എല്ലാവർക്കും ഗ്രേറ്റ് ആൻഡ് വെരി ഓസം മോർണിംഗ്. ഇന്ന് 232ാമത് ഗൈഡഡ് ടോക്കാണ്. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ജേർണി. കുറേ നേരമായിട്ട് ഞാനിങ്ങനെ നമ്മുടെ കോച്ച് നസീഹയെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരിക്കലും നമുക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ തോന്നില്ല. ഒരു ലൈഫ് ജേർണി കുറേ ഒരു 10 പുസ്തകം വായിക്കുന്നതിനേക്കാളും ഇമ്പാക്റ്റ്ഫുള്ളാണ് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഈവൻ നമ്മുടെ കോച്ചാണെങ്കിൽ കൂടി എൻ്റെ മെൻറ്റി ആണെങ്കിൽ കൂടി അവരിൽ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. നമ്മൾ മറന്നുപോയ ചില പാഠങ്ങൾ ചിലപ്പോൾ അവർ ഓർമ്മപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബിൻഷയെ കോട്ട് ചെയ്തിട്ടൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു. ചില സമയത്ത് ആ ട്യൂഷനിലെ ഇതൊക്കെ കോട്ട് ചെയ്യുന്ന സമയത്ത് നസീർ പറഞ്ഞിട്ട് ഞാൻ ബിൻഷനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിൻഷ പറഞ്ഞ ആ റിപ്ലൈയിൽ പോലും നമുക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, കുറേ മഹാത്മാക്കളായിട്ടുള്ള കുറേ ആൾക്കാർ ഇവരുടെ ജീവിതം വായിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും, ലൈഫ് എക്സ്പീരിയൻസുകൾ കിട്ടും. പക്ഷെ അതിനേക്കാൾ ഇമ്പാക്റ്റ്ഫുൾ ആണ് അത്തരത്തിലൊരാൾ അല്ലെങ്കിൽ ആ യാത്രയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചെറിയ ഷിഫ്റ്റെങ്കിലും ലൈഫിൽ ഉണ്ടാക്കിയിട്ടില്ല, ചെറിയ എവല്യൂഷനെങ്കിലും ലൈഫിൽ ഉണ്ടാക്കിയിട്ടില്ല ആരെങ്കിലും നമ്മളടുത്ത് ഇതുപോലെ വന്ന് സംസാരിക്കുമ്പം അത് വേറെ തന്നെ ഒരു ഇമ്പാക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഗൈഡഡ് ജേർണികളുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രോഗ്രാം, ഗൈഡഡ് കോഡ് ട്രെയിനേഴ്സ് പ്രോഗ്രാം. ആ ഒരൊറ്റ പ്രോഗ്രാം സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളെ ഏതൊക്കെ രീതിയിൽ മൗൾഡ് ചെയ്തെടുക്കുന്നു, എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതൊരു വളരെ മാജിക്കലായിട്ടുള്ള ഒരു ലെയറാണെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഗൈഡഡ് ജേർണിയുടെ ബ്യൂട്ടി അത് തന്നെയാണ്. നിങ്ങൾക്ക് ഏതായാലും ഇന്ന് നസീഹ കേട്ട സമയത്ത് പല കാര്യങ്ങളും റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അവരുടെ ലൈഫിലെ ഏതൊക്കെ ലെയേഴ്സ് നമ്മളായിട്ട് കണക്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും. അത് നമുക്ക് എന്താ കിട്ടുന്ന മെസ്സേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ എവിടെയെങ്കിലുമൊക്കെ സ്റ്റെക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എന്നൊരു മെസ്സേജ് കിട്ടുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർ ഏതെങ്കിലുമൊക്കെ പോയിന്റിലെത്തി ഫിനിഷ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇനിയും കുറേ കാര്യങ്ങൾ തുടങ്ങാനുണ്ട് എന്നുള്ള മെസ്സേജ് കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒന്നും തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉള്ളത് കൊണ്ട് തുടങ്ങുക. നമുക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങ് ആഗ്രഹിച്ചിറങ്ങി കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് മാറും എന്നതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നസീഹയുടെ സ്റ്റോറിയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇപ്പം യാത്രയുടെ വിഷയം, GCTP ചെയ്യുന്ന വിഷയം, അതിലുള്ള മറ്റ് ചലഞ്ചസ്, ഇതെല്ലാം എത്ര ബ്യൂട്ടിഫുള്ളാണ്, ഫേവറബിളായിട്ട് മാറിയിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ആർക്കും തന്നെ സിറ്റുവേഷൻ മൊത്തത്തിൽ ഫേവറബിളായിട്ട് ആരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഫേവറബിൾ അല്ലാത്ത, അനുകൂലമല്ലാത്ത സാഹചര്യം എങ്ങനെയാണ് നമുക്ക് അനുകൂലമായി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സീക്രട്ടുള്ളൂ, നമ്മുടെ ആന്തരിക ലോകം അനുകൂലമാക്കി മാറ്റുക. അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ സിറ്റുവേഷൻസും നമുക്ക് അനുകൂലമാവണം എന്നൊരു നിർബന്ധമില്ല. അങ്ങനെ അനുകൂലമല്ലാതെ നമ്മുടെ ചുറ്റിലുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക അവസരം എന്നാണ് ഞാൻ പറയാം. നമ്മളെല്ലാം അലൈൻഡ് ആയിട്ട്, എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ഓക്കെ ആയിട്ട് നിൽക്കുന്നു, എല്ലാം ഒരുപോലെ തന്നെ ഭംഗിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിലാണ്. അപ്പം അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അവിടെ നമ്മൾ ലൈഫിലേക്ക് ഡീപ്പറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതൊക്കെ ഒന്ന് എനിക്ക് ഫേവറബിൾ ആയിട്ട് മാറട്ടെ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ആരും ആക്ച്വലി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഫേവറബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടാമതൊരു ഓപ്ഷൻ നമുക്കുണ്ട്. അത് എങ്ങനെ എൻ്റെ ചുറ്റുമുള്ള സർവ്വ സാഹചര്യങ്ങളും എനിക്കെതിരായിട്ടിരിക്കുമ്പം എൻ്റെ ഉള്ളിലെ സാഹചര്യം എങ്ങനെ എനിക്ക് അനുകൂലമാക്കി മാറ്റാം. എൻ്റെ ഉള്ളിലെ സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റുന്നത് ഒരു ആൽക്കെമിയാണ്. ഒരു ട്രാൻസ്മേഷണൽ സ്കില്ല് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ആക്കി പരിശീലിച്ചവരൊക്കെ ഒരു ആൽക്കെമിസ്റ്റായിട്ട് മാറുമെന്നുള്ളതാണ് ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്ന, ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു ആൽക്കെമിസ്റ്റായിട്ട് മാറാം. അതല്ലെങ്കിൽ ചരിത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന, ഇന്നേ വരെ ഇനി ഒരിക്കലും ജീവിതത്തിൽ പുതിയ ചരിത്രം രചിക്കാൻ പറ്റാത്ത ഒരാളായിട്ട് ചരിത്രത്തെ പിന്തുടരുന്ന, ചരിത്രത്തെ വായിക്കുന്നവരായിട്ട് മാറാമെന്നുള്ളതാണ്. ലൈഫ് ഒറ്റൊന്നേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം. ഇതൊരു മോട്ടിവേഷന് വേണ്ടി പറയില്ല, ലൈഫ് ഒറ്റൊന്നേ ഉള്ളൂ. ഇനി എങ്ങോട്ടേക്ക് കാത്തിരിക്കണത്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണ്ടേ. ഇനി ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ വല്ലതുണ്ടെങ്കിലും അതിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആന്തരിക ലോകത്തെ അനുകൂലമാക്കി മാറ്റുമ്പോൾ ഉണ്ടാകുന്നൊരു മാജിക് ഉണ്ട്. ഇന്നലെ നല്ല ഫുൾ മൂൺ ഡേ ആയിരുന്നു അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ നല്ല രസകരമായിട്ടുള്ള ഒരു ഫുൾ മൂൺ ഡേ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈവനിങ് ടൈമിൽ എൻ്റെ ഫ്രണ്ടുമായിട്ട് ജസ്റ്റ് ഒരു യാത്രയ്ക്ക് വേണ്ടി പോയത്, ജസ്റ്റ് ഒരു ഡിസ്കഷന് വേണ്ടി പോയത്. അപ്പം കുറേ കാലമായിട്ട് നമ്മളൊന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് ഞാൻ ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി. ഫുൾ മൂണൊക്കെ ആണ്, അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ബൈക്കിലാണ് പോകുന്നത്. ഒന്നാമത് നാട്ടിൽ മൊത്തം ബ്ലോക്കാണ്, ഓണപ്പരിപാടി ഒക്കെ ഉള്ളതുകൊണ്ട് കോഴിക്കോട് സിറ്റിയിൽ കുറേ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ബൈക്ക് എടുത്ത് ഇങ്ങനെ ഒന്ന്
കറക്കാം എന്നുള്ള രീതിയിലാക്കും പോയതാണ്. അങ്ങനെ നമ്മളൊരു ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നല്ല രസകരമായിട്ടുള്ള സംസാരത്തിലായിരുന്നു. വളരെ ഓപ്പൺ ആയിട്ടുള്ള കുറേ ഡിസ്കഷൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊരു വിദേശത്തേക്ക് പോവാണ് കുറേ കാലത്തിന് ശേഷം. അപ്പോൾ ആൾ ഈ പാരഗൺ ഗ്രൂപ്പിൻ്റെ മാനേജർ പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവന് ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, ഇത് വിദേശത്തേക്കുള്ള ഇൻ്റർവ്യൂ ആണ്, അപ്പം ഇത് എങ്ങനെയെങ്കിലും കയറി പറ്റണം, അല്ലെങ്കിൽ സീനാണ്. കുറേ നാട്ടിലൊക്കെ ഇതായിട്ട് നടക്കുന്നു. നാട്ടിൽ പല ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, പക്ഷേ വിദേശത്തേക്കുള്ള വരുന്ന സമയത്ത് കുറച്ചൊരു ചലഞ്ചിങ് ആണ്. കുറച്ച് ആഴ്ചകൾ മുന്നേ എന്നോട് പറഞ്ഞത്. അപ്പോൾ പൊതുവേ ഇത്തരം നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ പ്രത്യേകം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളൊരു ക്ലോസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും അത്രത്തോളം പെട്ടെന്ന് ഡൈജസ്റ്റ് ആയിക്കോണമെന്നില്ല. പക്ഷേ എന്നോട് പറഞ്ഞു, നീ എന്തെങ്കിലുമൊക്കെ ടിപ്സ് പറഞ്ഞു തന്നേ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് നോക്കാം. എനിക്കൊരു രസകരമായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നത്. കാരണം അപ്പം ഇതൊക്കെ ഓക്കെ ആണില്ലേ എന്നുള്ള ഇതിലേക്ക്. കാരണം ബാക്കിയുള്ളതൊക്കെ എല്ലാ ഇൻ്റർവ്യൂസും കൂളായിട്ട് ട്രാക്ക് ചെയ്യേണ്ട, ഇങ്ങനൊരു വിഷയം വന്ന സമയത്ത് എവിടെയോ ഒന്നും ഒരു പെടച്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഘട്ടത്തിൽ കംഫർട്ട് എന്നുള്ള ക്ലോസ് ഫ്രണ്ട്സും അപ്പം ഞാനിങ്ങനെ ട്രെയിനറൊക്കെ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് ടിപ്സ് കിട്ടുന്നുള്ളൊരു ചോദിച്ചതായിരുന്നു. ഞാൻ അവനോട് ഒറ്റ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഈ നെവിൽ ഗൊഡാർഡ്, ജോസഫ് മർഫി ഇവരുടെയൊക്കെ മെൻറ്റർ ഉണ്ട്, ഒരു എത്യോപ്യക്കാരനായിട്ടുള്ള അബ്ദുള്ള എന്ന് പറഞ്ഞൊരു ജൂയിഷ് മാസ്റ്റർ. ആ ജൂയിഷ് മാസ്റ്ററുടെ എന്താ പറയുക, തോറ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് സീക്രട്ടുകളാണ് ജോസഫ് മർഫിനെ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള പുസ്തകം എഴുതാനും, അതുപോലെ തന്നെ ഈ നെവിൽ ഗൊഡാർഡിന് വേറെ കുറേ ട്രാൻസ്മേഷണൽ വിസ്ഡംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള എസെൻസ് കൊടുത്തത് ആക്ച്വലി അബ്ദുള്ള എന്നുള്ള ഒരാളാണ്. അവരത് കുറേ ഡെവലപ്പ് ചെയ്തെങ്കിലും അതിൻ്റെ എസെൻസ് അവരാണ് കൊടുത്തത്. അപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് അതാ സ്റ്റാർട്ട് കിട്ടിയത്. അപ്പോൾ ഉടനെ തന്നെ ആകെ നമ്മൾ ഫോണിൽ അന്ന് സംസാരിച്ചത് ഒരു 5 മിനിറ്റ് പോലും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇന്ന് മുതൽ അങ്ങോട്ട് നീ സൗദിയിലാണ്, നീ അവിടാണ്, നീ കിടന്നുറങ്ങണത് നിൻ്റെ വീട്ടിലല്ല, നീ അവിടാണ് കിടന്നുറങ്ങണത്, എൻ്റെ അവിടെ ആണെന്ന് കരുതിയിട്ടാക്കി ചെയ്തേക്കാം. ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഫോൺ കട്ട് ചെയ്തു. അവൻ ആ ത്രെഡ് കിട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സംഭവം പാസ്സായിട്ടുണ്ട്, ഭയങ്കര റെസ്പോൺസാണ്, ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇത് എങ്ങനെ സംഭവിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്തേ കാട്ടിയത് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉറങ്ങാൻ നേരത്തെ ഞാൻ അവിടെ വന്ന് കരുതിയിട്ട് ഉറങ്ങി. അത് കഴിച്ചതിന് ശേഷം നീ ഉറങ്ങാനല്ല പറഞ്ഞിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് പുറത്തു പോയിട്ട് അവളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അവളിപ്പോൾ ഒരു ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ടീച്ചറായിട്ട് അവൾക്ക് എങ്ങനെ അവിടെ പോസ്റ്റ് വാങ്ങിക്കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് നമ്മളെ ലൈഫ് അവിടെ എങ്ങനെ പ്ലാൻ ചെയ്യണം. നമ്മളിരുന്ന് ഫുള്ളൊരു കഫേയിൽ പോയിരുന്ന ഭയങ്കര വൈബ്രൻ്റ് ആയിട്ട് അവിടെ ഞാൻ പോയി 2 കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, കംപ്ലീറ്റ് കാര്യങ്ങൾ ഫേവറബിൾ ആയിട്ട് മാറി. ഇത് കിട്ടി. വാക്കും ഭയങ്കര ഒരു ബിലീഫ് എത്തുന്ന പോലെയായിരുന്നു. ഇതൊക്കെ കൊള്ളാമല്ലേ, ഇതൊക്കെ വർക്കൗട്ട് ആവുന്ന കാര്യങ്ങളാണല്ലേ എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് ഇനി അടുത്തത് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാമെന്നും കൂടി കരുതിയിട്ടാണ് നമ്മൾ ഇന്നലെ ഇരിക്കാമെന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ മാനേജർ പോസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ 30ഓളം സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റോൾ എടുക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നറിയില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ടീം മാനേജ്മെൻറ്റ് ടിപ്സുകൾ വേണം, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ പോയിട്ട് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ടീം മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടിപ്സ് 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് ഒരു സെഷനോ ട്രെയിനിങ്ങോ കൊടുക്കണതിനപ്പുറത്തേക്ക് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള, ഞാൻ ബിൽഡ് ചെയ്ത ടീം, എൻ്റെ ലൈഫിൻ്റെ റെവല്യൂഷൻ പ്രോസസ്സിൽ അവൻ നേരിട്ട് കണ്ട ആളാണെങ്കിൽ കൂടി ആ കഥകളിലൂടെ വെറുതെ ഒന്നുകൂടി റീവിസിറ്റ് ചെയ്തിട്ട് അതിങ്ങനെ പറഞ്ഞുപോയി. അതിങ്ങനെ പറഞ്ഞു പോയപ്പോഴേക്കും എന്നോട് പറഞ്ഞ്, ഇനി നീ എനിക്ക് ടിപ്സ് ഒന്നും തരണ്ട, ഒരു കാര്യം മനസ്സിലായി, ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യരുത്, അവിടെ പോയാൽ താനേ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ ഒന്നുമില്ല, എൻ്റെ എക്സ്പീരിയൻസ് കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ലൈഫ് സ്റ്റോറീസ് കുറച്ച് പോയിന്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ നിന്ന് അവനെ എടുത്തിട്ടുള്ളൊരു കാര്യം ഇങ്ങനെയാണ്. എന്നോട് പറഞ്ഞു, ഞാൻ വെറുതെ കുറേ പ്ലാൻ ചെയ്ത് അലമ്പാക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയം. ഈ തുടക്കക്കാരൻ്റെ ആവേശം ഉണ്ടാവില്ല, അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. പിന്നെ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ ഒരു നാച്ചുറൽ ഫ്ലോന് വിട്ടു കൊടുക്കണം. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഇത്രയും നേരം കേട്ടത് മനസ്സിലായത്, നമ്മൾ ഇമ്മേഴ്സീവ് ആവാം, ഇൻവോൾവ് ചെയ്യാം. ചില കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആകുമ്പം നമുക്ക് മാത്രമായിട്ട് കിട്ടുന്ന ചില ഇൻറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു മാനേജർ എന്നുള്ള ഡെസിഗ്നേഷൻ വെച്ചിട്ടൊക്കെ ചെയ്യാൻ ചിന്തിക്കാം, നമ്മൾ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയി പോകും. സ്ട്രക്ചേർഡ് ആവണ്ട എന്നുള്ളതല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു എക്സെപ്ഷണൽ മാനേജർ, ലീഡർ, അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ സ്കില്ലുള്ള ഒരാളായിട്ട് മാറുകയും ചില സമയത്ത് നമ്മൾ ആ റോള് ഏറ്റെടുത്ത് അതിലേക്ക് ഇൻവോൾവ് ആവുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ഓപ്പണിങ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, എനിക്ക് ബിസിനസ്സിൻ്റെ ABCD അറിയുമായിരുന്നില്ല, എനിക്കൊരു ടീം മാനേജ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിസ്റ്റംസോ സ്ട്രക്ചറോ ഒന്നും അറിയുമായിരുന്നില്ല. എനിക്ക് ആകെ നന്നായിട്ട് അറിയാവുന്നൊരു കാര്യം നന്നായിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. ക്ലാസ് നന്നായിട്ട് എടുക്കാം, ആ ഒരു സ്കില്ലിനപ്പുറത്തേക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനെ ഞാനൊരു ബൃഹത്തായ രീതിയിൽ വലിയൊരു സെറ്റപ്പിൽ ചെയ്യണമെന്ന് കരുതി ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഈ ടീം മാനേജ്മെൻറ്റിൻ്റെ ബേസിക്സും ബിസിനസ്സിൻ്റെ ബേസിക്സും ഇതെല്ലാം കൂടി പഠിച്ച് സെറ്റാക്കിയിട്ട് ഞാനൊരു ട്രെയിനിങ് എംപയർ ബിൽഡ് ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഇവിടെ ഒന്നും എത്തുമായിരുന്നില്ല.
പക്ഷെ അതിനേക്കാളും കൂടുതൽ എന്നെ ഫാസിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കിങ്ങനെ ഒരു സ്കില്ലുണ്ട്, എനിക്കിങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ട്, എനിക്കിങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ട്, ഇതെന്നെ വല്ലാണ്ട് ഇൻസ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് ചെയ്തേ പറ്റും. അത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കറിയാത്ത കാര്യങ്ങളെ പറ്റി എനിക്ക് ഭയം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്കറിയാവുന്നതെന്തോ അതിനെ ശരിയായ രൂപേണ ശരിയായ വാല്യൂസ് വെച്ചുകൊണ്ട് നമ്മൾ സപ്ലൈ ചെയ്യുമ്പം നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ കൈപ്പിടിയിലേക്ക് ഒതുക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നോട്ട് ചെയ്ത് വെച്ചോളൂ, നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കണത് അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ലല്ലോ, ഇതിനെ പറ്റിയിട്ട് എനിക്കറിയില്ലല്ലോ, അതെങ്ങനെ ചെയ്യാന്ന് എനിക്കറിയില്ലല്ലോ, അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അതിന് നല്ല വാല്യൂസ് കൊടുക്കാം. ആ അറിയാവുന്ന കാര്യത്തെ കോർ വാല്യൂസ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യമുണ്ട്. ഞാൻ ഇന്നലെ ഒരു ടിപ്പായിട്ട് അവനോട് പറഞ്ഞത്, നിനക്കിതിൻ്റെ എല്ലാ നൂലാമാലകളും അറിയണമെന്നൊന്നുമില്ല. ഈ ബിസിനസ്സിൻ്റെ ഒക്കെ സക്സസ്സിലേക്ക് വരുന്ന സമയത്ത്, ഒരു ബിസിനസ് സക്സസ്സിലേക്ക് എത്തുന്ന സമയത്ത് സക്സസ്സിൽ എത്തിച്ച ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ എത്തിയിട്ടുള്ള ഒരു മേജർ പെർസെൻറ്റേജ് ഓഫ് ബിസിനസ്സുകാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ബിസിനസ്സിൻ്റെ ബേസിക് ABCD മാറ്റി വെച്ചിട്ട് അതിനപ്പുറത്തേക്ക് അവർ കീപ്പ് ചെയ്യുന്ന ചില സ്പിരിച്വൽ വാല്യൂസ് ഉണ്ടായിരിക്കും. അതിന് ആ കോർ വാല്യൂസ് എന്ന് പറയാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മുടെ സംസാരത്തിനിടയിൽ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് പലപ്പോഴും ഈ ഹോട്ടലുകളിലോ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വെയിറ്റേഴ്സിനൊക്കെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു അറ്റൻഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആവുന്നൊരു കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് എ പെയിൻ പോയിന്റ്. എന്നാലും നിനക്ക് അങ്ങനെ ഒരു പെയിൻ ഉണ്ടെങ്കിൽ നീ ഒരു വലിയ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറായിട്ട് പോകുന്ന സമയത്ത് നിൻ്റെ സ്ഥാപനത്തിൽ വരുന്ന, നിൻ്റെ റെസ്റ്റോറൻറ്റിൽ വരുന്ന ഓരോ കസ്റ്റമറിനും അറ്റൻഷൻ കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പറ്റി മാത്രം ചിന്തിക്കുക. നീ നല്ല മാനേജർ ആവണതിനെ പറ്റി ചിന്തിക്കേണ്ട, എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് ചിന്തിക്കേണ്ട. ഈ ഒരു ഒറ്റ വാല്യൂ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്യണോ ആ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി നിന്നെ നല്ലൊരു മാനേജറാക്കും. അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് എ പെയിൻ പോയിന്റ്. അതൊരു കോർ വാല്യൂ ആണ്. അപ്പോൾ ഞാൻ എന്നിട്ട് അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ഇന്നലെ കോട്ട് ചെയ്ത് പറഞ്ഞ കാര്യം, പല സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് അവർ പറയും, എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി, അതെനിക്ക് കുറച്ച് പെയിൻഫുള്ളായി തോന്നി, അപ്പോൾ അതിന് മാറ്റം വരുത്താൻ ഇങ്ങനൊരു സംഭവം വേണം എന്ന് തീരുമാനിച്ചു. അത് നികത്തിയപ്പം ആ വാല്യൂ, ആ കോർ വാല്യൂ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ, അറിയാവുന്ന കാര്യം ചെയ്തപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് അനുകൂലമായി വന്നു. സോ നമ്മളും മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല, നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളല്ല, നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് ചില കോർ വാല്യൂസ് കൂടി സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു സ്പിരിച്വൽ പവർ വരും എന്നുള്ള. ഇപ്പോൾ ഒരാൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഈ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാൾ ആ സംസാരിക്കാൻ അറിയുക എന്നതിന് സമൂഹത്തിന് എന്ത് വാല്യൂ ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, ഏത് വാല്യൂയിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, ആ വാല്യൂവിന് വേണ്ടിയിട്ട് തന്നെ നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഫോർ മൈ സൈഡ് ഞാൻ പറയും, അതിനൊരു സ്പിരിച്വൽ വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്താണ് അവർ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കോർ സംഭവം. ഇതിന് വേണ്ടി നിലനിന്നുകൊണ്ട് സെഷൻസ് എടുത്തുകൊണ്ടേ ഇരിക്കാം, ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൊടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനൊരു സ്പിരിച്വൽ എനർജറ്റിക് പാർട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത നമുക്കറിയാത്ത സ്കില്ലുകൾ, ടാലൻറ്റുകൾ അത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയ ആളുകൾ ഒന്നുകിൽ നമ്മുടെ കൂട്ടത്തിലേക്ക് വരും, അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാൻ നിർബന്ധിക്കപ്പെടും. കാരണം നമ്മൾ ലോക്കാവുമ്പോഴേ ചില കാര്യങ്ങൾ ചെയ്യുള്ളൂ. ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മളെ കൊണ്ടുപോയി ലോക്കാക്കണം. കംഫർട്ടായി കഴിഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ആണ്. അങ്ങനെ ലോക്കാകുന്ന സമയത്ത് നമ്മളിത് റിസോൾവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ചില കാപ്പബിലിറ്റീസ് ഉണ്ട്, ചില ടാലൻറ്റുകളുണ്ട്, അതും നമ്മളെ ഗ്രോ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കൂട്ടുകാരനുമായിട്ട് ഇന്നലെ ഉണ്ടായിരുന്ന ചർച്ച. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പുതിയ ചില പദ്ധതികളെ പറ്റിയിട്ടും അതുപോലെ എനിക്കുണ്ടായ ഭയങ്കര ഈ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ആരും കാണാത്ത, ആർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റാത്ത ചില ഡോസ് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്ത് കിട്ടിയപ്പോൾ ചില സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് വെച്ച് ഇതെല്ലാവർക്കും നടക്കുമെന്ന് വെച്ച്. ഞാൻ പറഞ്ഞ എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എൻ്റെ ലൈഫിൽ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ പർപ്പസ്ഫുൾ ആയിട്ട് പോണത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ അലൈൻഡ് ആയിട്ട് പോണത് കൊണ്ടായിരിക്കാം. അപ്പോൾ എന്നോട് അവൻ പറഞ്ഞൊരു കാര്യം, അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു എനർജി ഗെയിം അല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എക്സാക്ട്ലി ഒരു എനർജി ഗെയിമാണ്. എനർജി ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മീതെ കിടക്കുന്നത് സീക്രട്ട് ഓഫ് എനർജിയാണ്. നമ്മൾ ഏത് എനർജിയിൽ ഇരിക്കുന്നു, നമ്മൾ ഏത് എനർജിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ നമ്മൾ പോലും കാണാത്ത വാതിലുകൾ നമുക്കായിട്ട് തുറന്ന് കിട്ടും. അതൊരു മാജിക്കല്ലേ. അതിന് ഞാൻ ചില എക്സാമ്പിൾസ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, എൻ്റെ ഫ്യൂച്ചർ പ്ലാനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ പല വിഷയങ്ങളും ഇത്രത്തോളം സ്റ്റെക്നെസ് ഉണ്ടായിട്ട് അതിന് കോമൺ സെൻസിൽ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അതിന് പെട്ടെന്നൊരു സൊല്യൂഷൻ ആർക്കും കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. പക്ഷെ ആരും കാണാത്ത ഡോസൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ഒരു ചില മാജിക്. എന്നിട്ട് അവരുടെ എങ്ങനെ എൻ്റെ കയ്യിൽ തന്നെ വരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ തന്നെ ഇതെങ്ങനെ എത്തിപ്പെടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തോട്ട്സ് അത്രയും ഹയർ ഫ്രീക്വൻസിയിലാണ് ആക്ച്വലി പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് പറ്റിയ കണക്ഷൻസ്
ഒരു സ്പെസിഫിക് റേഞ്ചിൽ നമ്മളെത്തുമ്പോൾ അതിന് പറ്റിയ ഓപ്ഷൻസ്, ഓപ്പർച്യൂണിറ്റീസ്, കണക്ഷൻസ്, നെറ്റ്വർക്കുകളെ നമുക്ക് വന്നു ചേരുള്ളൂ. അതൊരു മാജിക്കൽ സംഭവമാണെന്നുള്ളതാണ്. അപ്പോൾ സിംപ്ലി ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എനർജി എത്ര ലെവലിൽ നിൽക്കണോ അത്ര ലെവലിൻ്റെ അനുസരിച്ചിട്ടാണ് മറ്റുള്ളവരെക്കാളും കൂടുതൽ അവസരങ്ങൾ, സാധ്യതകൾ നമുക്ക് തുറന്നു കിട്ടുന്നത്. അല്ലാണ്ട് കഴിവോ ടാലൻറ്റോ കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതൊരു മാറ്ററേ അല്ല. കുറച്ച് കഴിവാണെങ്കിലും ആ കുറഞ്ഞ കഴിവിനെ, ചെറിയ കഴിവുകളെ, എണ്ണം കുറഞ്ഞ കഴിവിനെ, വണ്ണം കുറഞ്ഞ കഴിവുകളെ ഈ പറഞ്ഞ സ്പിരിച്വൽ വാല്യൂസ് അതിലേക്ക് ആഡ് ചെയ്യണ സമയത്ത് അത് കത്താൻ തുടങ്ങും, അത് ആളി കത്താൻ തുടങ്ങും. അത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പതിയെ നമ്മുടെ പേഴ്സണൽ എനർജി എലവേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ്. അപ്പം പാട്ടുകാർ ഏറ്റവും നന്നായിട്ട് പാടുന്ന, വളരെ കഴിവുറ്റ, ഇന്ന് ഫ്രണ്ടിൽ നിൽക്കുന്ന പല പാട്ടുകാരുണ്ടായിരിക്കും, മെയിൻ സ്ട്രീമിൽ നിൽക്കണം, അവരെക്കാളും നന്നായിട്ട് പാടുന്ന കുറേ ആൾക്കാരുണ്ട്. പാട്ട് ഒരുപാട് വർഷം പഠിച്ച കുറേ ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് സംഗീതത്തിൻ്റെ ഒരു ബേസിക്സ് ഇല്ലാത്ത ആൾക്കാരും കയറിയിട്ട് വലിയ പ്രശസ്തരായിട്ട് മാറുന്നത്. എന്താണ് അവിടെ നടക്കുന്ന മാജിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി ഡിഫറൻസ് മാത്രമാണ്. അപ്പോൾ ബാക്കിയൊക്കെ വേട്ടണം എന്നുള്ളതല്ല, ബാക്കിയൊക്കെ നമുക്ക് ബോണസാണ്. അപ്പോൾ ഈ എനർജി ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണ് നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റിലേക്ക്, ഒരു പൊസിഷനിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. പലരും പറയും ഹാർഡ് വർക്ക് ചെയ്തിട്ട്. ഹാർഡ് വർക്കിൻ്റെ ഒക്കെ എത്രയോ മീതൊക്കെ എടുക്കുന്ന ഒരു കാര്യമാണ് എനർജി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. എനർജി ലെവലിൽ നമ്മൾ റേസ് ചെയ്ത് കഴിഞ്ഞാൽ, എലവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും നോട്ടീസബിൾ ആയിട്ടുള്ള, നീഡ്ഫുൾ ആയിട്ടുള്ള 80-20 റൂൾ പ്രകാരം ഏതാണോ നിങ്ങളെ എക്സെപ്ഷണൽ ആക്കുന്ന 20, ആ 20യിൽ മാത്രം നിങ്ങളങ്ങ് പെർഫോം ചെയ്ത് തുടങ്ങും. അതിൽ നിങ്ങളങ്ങ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 90 കാര്യങ്ങളിൽ അല്ലെങ്കിൽ 50 കാര്യങ്ങളിൽ 60 കാര്യങ്ങളിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെക്കാളും മീതെ നിങ്ങളെ നോട്ടീസബിൾ ആക്കുന്ന, നോട്ടീസ്ഡ് ആക്കുന്ന, എക്സെപ്ഷണൽ ആക്കുന്ന ചില 20 ഏരിയാസിൽ നിങ്ങളെ എനർജി നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും. അത് മറ്റുള്ളവർ ചെയ്തതിനൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള, അതിനെ ആക്ടിവേറ്റ് നിൽക്കുന്ന എല്ലാ തരത്തെയും മങ്ങിപ്പിക്കുകയും നിങ്ങളാക്കി ഷൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതിനെ നമ്മൾ ഓറ, കരിസ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ കരിസ്മ ഡെവലപ്പ് ചെയ്യാനും ഓറ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ച് കഴിഞ്ഞാൽ ഹാർഡ് വർക്കുകളുടെ ലെവലൊക്കെ പലപ്പോഴും കുറയ്ക്കാൻ പറ്റും. ചിലർ ലക്കിനെ പറ്റി പറയാറുണ്ട്. അവർക്ക് എന്തോ ലക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചെന്നുള്ളത്. അത് ലക്ക് എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഇഫ് യു തിങ്ക് അബൌട്ട് ദ ഡയമെൻഷൻ ഓഫ് ഓറ, ദ എനർജി ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ്, ദ ഇൻഫ്ലുവൻഷ്യൽ പവർ ദാറ്റ്സ് ഹാപ്പനിങ് വിത്ത് യു, ഇതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ ഓറ വർദ്ധിപ്പിക്കാനുള്ള, നിങ്ങളുടെ കരിസ്മ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് നിങ്ങളിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്ന ഒരു കാര്യം. ആ കാര്യത്തെ പിക്ക് ചെയ്യാം. ആ കാര്യത്തിന് വേൾഡിന് അങ്ങ് വിട്ടുകൊടുക്കാം. നിങ്ങൾക്കല്ല, അതിനത് വേൾഡിലേക്ക് അങ്ങ് വിട്ടുകൊടുക്കാം. എപ്പോഴാണോ നിങ്ങൾ അതിനെ വേൾഡിന് സെർവ് ചെയ്യാൻ, വേൾഡിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിനെ ചൂസ് ചെയ്യേണ്ടത്. ഞാനിത് ലോകത്തിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി ഗിവിങ്ങിലാണ്, റിസീവിങ്ങിലല്ല, ഗിവിങ്ങിലാണ്. ഗിവിങ് എന്ന പോളിസിയിലേക്ക് എത്തുമ്പോൾ ഓറ, കരിസ്മ ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. കാരണം അവർ ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല, അങ്ങോട്ട് കൊടുക്കുന്നതിനെ പറ്റി മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോർ ഗിവിങ് എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് നമ്മളെ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഏരിയ ചൂസ് ചെയ്യാം, അതിന് വേൾഡിന് കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കാം. ആ കൊടുക്കുന്ന മെത്തേഡിന് ഒരു സ്പിരിച്വൽ വാല്യൂ നിങ്ങൾ ആഡ് ചെയ്യുക. എന്ത് ഇൻറ്റൻഷനിൽ, അതാണ് ആ സ്പിരിച്വൽ വാല്യൂ കോർ. എന്ത് ഇൻറ്റൻഷനിലാണ് നിങ്ങളത് വേൾഡിന് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു ടീച്ചറാവട്ടെ, ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഈ ടീച്ചേഴ്സിൻ്റെ നിങ്ങൾ എങ്ങനെ എക്സെപ്ഷണൽ ടീച്ചറാവും? എല്ലാ ടീച്ചേഴ്സും കുട്ടികളെ പഠിപ്പിക്കാൻ എന്നാ ചെയ്തത്, കുട്ടികളെ പഠിപ്പിക്കുന്നതിനെ പറ്റി എന്നാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്പെസിഫിക്കലി എനിക്ക് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്, ഇതിനെ ഞാൻ കുറച്ച് എൻ്റെ ക്ലാസ് റൂമിൽ വരുന്ന കുട്ടികൾ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് കുട്ടികൾക്ക് ഞാൻ ഈ കഴിവ് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ആ വിശാലമായ ബോധത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ 10 കുട്ടികളാണെങ്കിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കാം. ഈ വാല്യൂ ഒരിക്കലും വിടരുത്. 10 ആൾക്ക് കൊടുക്കുകയാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും ഈ വാല്യൂ തന്നെ നമ്മളിങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. പോളിഷ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതൊന്നും തന്നാതെ ഇതിങ്ങനെ കൊടുത്ത് വരുമ്പോഴേക്ക് ഈ സ്പിരിച്വൽ വാല്യൂ നമ്മളുടെ ഈ സ്കില്ലുമായിട്ട് അലൈൻഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ സ്പിരിച്വൽ വാല്യൂ ആയിരിക്കും നമ്മുടെ സ്കില്ലിനെ ക്യാരി ചെയ്യേണ്ടത്. അതുവരെ നമ്മുടെ സ്കില്ലിനോടൊപ്പം ഈ വാല്യൂവിനെ നമ്മൾ ക്യാരി ചെയ്യും. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മൈൻഡ് റെലബിലുള്ള പാർട്ടിൽ നിന്ന് മാറിയിട്ട് ഈ സ്പിരിച്വൽ വാല്യൂ സാധനങ്ങളൊക്കെ സോൾ റെലബിലേക്ക് കിടക്കുക. സോൾ ഈസ് എനർജി, സോൾ എന്താണ് ക്യാരി ചെയ്യുന്നത്, ഫ്ലൈയിങ് ക്വാളിറ്റിയാണ്, പരക്കുക എന്നുള്ളതാണ് സോളിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈ സ്പിരിച്വൽ വാല്യൂ ആയിട്ട് ഇത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ഈഗോയിസ്റ്റിക് ആണ്, അതിന് ഭാരമുണ്ട്. ശരീരവും നമുക്കറിയാം ഓൾറെഡി മാറ്ററാണ്, വെയിറ്റ് ഉണ്ട്. അപ്പോൾ മൈൻഡിൻ്റെയും ബോഡിയുടെയും റെലമിൽ നിന്നും മാറിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചിങ് എന്നത് സോളിൻ്റെ ക്വാളിറ്റിയും സോളിൻ്റെ നീഡും സോളിൻ്റെ വാല്യൂ ആയിട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മുടെ സോളിന് അത് ഏറ്റവും പ്രിയോറിറ്റി ഉള്ള ഒരു സ്പിരിച്വൽ റിച്വലായിട്ട് മാറും. എക്സാമ്പിൾ ടീച്ചിങ് ആണെങ്കിൽ, എക്സാമ്പിൾ കുക്കിംഗ് ആണെങ്കിൽ, എക്സാമ്പിൾ ക്ലീനിങ് ആണെങ്കിൽ, അത് നമ്മുടെ സോളിൻ്റെ റിച്വലായിട്ട് നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം മാറുമ്പം നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചിങ് തന്നെ സോളിൻ്റെ സ്പിരിറ്റിൻ്റെ റിച്വൽ ആകുമ്പോൾ ആ ടീച്ചിങ് ഒരു സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ആയിട്ട് മാറും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ഒരു സ്പിരിച്വാലിറ്റി ബിസിനസ് ആയിട്ട് മാറും. അതിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ആ ബിസിനസ്സിന് സോളുണ്ട്, ആ ടീച്ചിങ്ങിന് സോളുണ്ട്, അതിന് ജീവൻ വന്നു, അതിന് ആത്മാവുണ്ട്, ആ കുക്കിങ്ങിന് സോളുണ്ട്. അപ്പം നിങ്ങൾ സാധാരണ രീതിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി നിങ്ങളുടെ കുക്കിംഗ് ലോകം അറിയപ്പെടും. നിങ്ങൾ സാധാരണ ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ലോകം അറിയും. നിങ്ങൾ ഒരു ചെറിയ ക്ലാസ് റൂമിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ ആണെങ്കിൽ കൂടി നിങ്ങളുടെ ടീച്ചിങ് ലോകം അറിയും. അതെങ്ങനെയാണ്? ഒരു അത്തറ് തുറന്നു വെച്ചാൽ എങ്ങനെയാണ്? ഒരു മുറിയിലായിരിക്കും അത് തുറന്നിട്ടുണ്ടാവുക. സോളിൻ്റെ ക്വാളിറ്റിയാണ്, എയർ പാർട്ടിക്കിളാണ് അതിൽ കിടക്കുന്നത്, എയർസ് ആയിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു അത്തറ് നിങ്ങൾ റൂമിൽ തുറക്കുമ്പോൾ ആ റൂമിലാണ് തുറന്നെങ്കിൽ കൂടി എല്ലായിടത്തേക്കും അത് പരക്കൂലേ? അതേപോലെ നമ്മൾ ആരും കാണാത്ത ഒരു മുറിയിലാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ കൂടി അത് പരക്കും. അപ്പോൾ വാട്ട് ഈസ് ദ സീക്രട്ട്? ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഇന്നലെ പറഞ്ഞാണ്, അവൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചാൽ ഇത് മൊത്തത്തിൽ അപ്പോൾ ഒരു എനർജി ഗെയിം അല്ലേ? എക്സാക്ട്ലി, ദോസ് ഹു നോ ദ സീക്രട്ട് ഓഫ് എനർജി. ആർക്കാണോ എനർജി ഗെയിമിൻ്റെ സീക്രട്ട് അറിയുന്നത് അവർക്കാണ് ആക്ച്വലി ഹാർഡ് വർക്ക് ചെയ്യുന്നവരെക്കാളും മീതെ പലപ്പോഴും വർക്ക് ചെയ്യാൻ പറ്റാറുള്ളത്. എന്നതുകൊണ്ട് ഈ എനർജി റെലഫിൻ്റെ സീക്രട്ട് അറിയുന്ന ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളത് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ ചെയ്യുമ്പോഴാണോ കൂടുതൽ റിസൾട്ട് കിട്ടുക അവിടെ മാത്രമേ അവർ ചെയ്യും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്ന, കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന രീതിയിലേക്ക് അത് മാറും. അപ്പം ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ 3 വർഷമോ ഒരേ ഇടത്ത് തന്നെയായിരിക്കും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ചെയ്ത് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സോളുമായിട്ട് ആ പ്രോസസ്സിനെ അലൈൻ ചെയ്യിപ്പിക്കാനുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി നമുക്ക് റിസൾട്ട് ഒന്നും കാണൂല, നമ്മളൊന്നും കാണാത്ത രീതിയിലേക്ക് മാറും. പക്ഷെ കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കായിരിക്കും ഈ ട്രെയിനിങ് പീരീഡ്, ടെസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ പറന്നു തുടങ്ങുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുക, നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, ആ വാല്യൂവിൽ കോംപ്രമൈസ് ചെയ്യരുത്. ആ വാല്യൂ കോംപ്രമൈസ് ചെയ്തിട്ട് ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വളരെ സോൾഫുൾ ആയിട്ടുള്ള, നിങ്ങളുടെ സോൾ കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമാണ്, അത് രണ്ടും ക്ലബ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇതെന്താ നേരാവാത്ത, ഇതെന്താ റെഡി ആവാത്ത, ഇതെന്താ വർക്കൗട്ട് ആവാത്ത, അങ്ങനെ ചോദിക്കും തോറും നിങ്ങൾ ആ വാല്യൂവിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സോള് ചോദിക്കുന്നത്, ഈ സാധനം ഞാൻ ക്യാരി ചെയ്ത് നിന്നെ സ്പേസിൽ എത്തിക്കാം, നിന്നെ ഞാൻ ഈ ഭൂമിയുടെ പിടുത്തത്തൊന്നും മാറ്റിയിട്ട് നിന്നെ ഈ പ്രപഞ്ചം മൊത്തം വികസിപ്പിച്ച് തരാം. പക്ഷെ അതിന് മുന്നേ നീ കീപ്പ് ചെയ്യുന്ന ഈ വാല്യൂ, നീ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഇൻറ്റൻഷൻ, അത് ട്രൂ ആണോ എന്നുള്ള ഇൻറ്റൻഷൻ വാലിഡേഷൻ ടെസ്റ്റ് നമ്മുടെ സോള് നമുക്കായിട്ട് സെറ്റ് ചെയ്യും. സോള് മാത്രമല്ല, ഈ യൂണിവേഴ്സിന് ഒരു സോൾ ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചവും നമുക്കായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മളെ സോൾ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ യൂണിവേഴ്സൽ എനർജി ആയിട്ടാണ് നമ്മളെ സോള് കോൺട്രാക്റ്റിലുള്ളത്. അപ്പോഴാണ് നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതിയും പ്രപഞ്ചം മൊത്തം ഗൂഢാലോചന നടത്തുക എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ആ ഇൻറ്റൻഷൻ്റെ വാലിഡേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പല ടെസ്റ്റുകളിലൂടെയും വിടുമ്പം ഒരിക്കലും വാല്യൂസിൽ കോംപ്രമൈസ് ചെയ്യാതെ ഹോൾഡ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ദേ വിൽ ഗ്രോ മോർ. അവരാണ് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്തിട്ടുള്ളത്. ചില ആൾക്കാർ വാല്യൂസിൽ ചെറുതായിട്ടൊന്ന് കോംപ്രമൈസ് ചെയ്യും. ഒരിക്കലും അത് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതാണ് സാധാരണ ആളുകൾ വിജയിക്കുന്നതിനേക്കാളും രക്ഷപ്പെടുന്നതിനേക്കാളും വേഗത്തിൽ രക്ഷപ്പെടാനുള്ള സീക്രട്ട് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ രൂപേണ നമുക്ക് ചില വാല്യൂസ് കൂടി, എന്ത് വാല്യൂ നമുക്ക് കൂടുതൽ കണക്റ്റിംഗ് ആവുന്നത് ആ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതുകൂടി കണക്ട് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. റിസൾട്ടിനെ പറ്റി ചിന്തിക്കാൻ പാടില്ല. ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ അലൈൻമെൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സാധാരണ മെൻ്റൽ സ്ട്രാറ്റജീസ് വെച്ചിട്ട് ബിസിനസ്സോ മറ്റുള്ള കാര്യങ്ങളോ മുന്നോട്ട് വെക്കുന്നതിനേക്കാളും മീതിയായിട്ട് നമ്മൾ എനർജി, വൈബ്രേഷൻ, ഓറ, കരിസ്മ, റീ അലൈനിങ്, ഇങ്ങനത്തെ സംഭവങ്ങളിലായിരിക്കും നമ്മളത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദർ ആർ 3 types ഓഫ് പീപ്പിൾ. പല ടൈപ്പ് ഉണ്ട്. സിമ്പിളായിട്ട് പറയാൻ 3 ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് കോമൺ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിസിൽ, കോമൺ റിയാലിറ്റിയുടെ ബേസിസിൽ കാര്യങ്ങളെ നോക്കിക്കണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഈ കൂട്ടത്തിലാണ് ഉപദേശ കമ്മിറ്റിക്കാർ കൂടുതലുണ്ടാവുക. അതുകൊണ്ട് ഒരു കാര്യത്തിന് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, എല്ലാ അഭിപ്രായങ്ങളും ശരിയായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് ഗ്രൗണ്ട് ലെവലിലാണ്. ആ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ
ഇഴഞ്ഞ് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് എളുപ്പമായിരിക്കും. നോക്കുമ്പോൾ എന്തായിരിക്കും, മൂവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നലായിരിക്കും. അപ്പോൾ നമുക്കെന്താ തോന്നുക, അതൊരു നല്ല ഉപദേശമായിരുന്നു, ഞാനിങ്ങനെ ഇഴഞ്ഞാണ് പോകണമെന്ന് അറിയില്ലെങ്കിൽ കൂടി മുന്നോട്ട് പോകുന്നുണ്ട്, ദാറ്റ് വാസ് ഗുഡ്. ഇനി അടുത്തൊരു ലെവലുണ്ട്, ഈ കോമൺ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ, കോമൺ ലെവലിൽ നിന്നും മാറിയിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഒരു ലെവൽ സംഭവമാണ് നമ്മൾ കുറച്ചുകൂടി ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് കുറച്ചുകൂടി തിങ്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ചിന്തകൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, റീസണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, നമ്മൾ കുറച്ചുകൂടി നമ്മളെ ഭാഗത്തും കൂടി കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്തിട്ട് നമ്മുടെ റിയാലിറ്റിയെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന രീതി. അവിടെ നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് കൂടി കുറച്ചുകൂടി കൂടുതലായിരിക്കും. മറ്റടുത്ത് നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ കൂടി കുറവായിരിക്കും, സൊസൈറ്റിയുടെ ഇൻവോൾവ്മെൻ്റ് ആയിരിക്കും കൂടുതൽ. രണ്ടാമത്തതിൽ സൊസൈറ്റിയുടെ ഇൻവോൾവ്മെൻറ്റിനേക്കാളും കൂടുതൽ നമ്മുടെ റീസണിങ് ആയിരിക്കും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നാൽ സൊസൈറ്റിയുടെ സംഭവം കൂടി എടുത്തിട്ട് പോണൊരു കാര്യം. ഇതാണ് സെക്കൻഡ് ലെവൽ. ഇതിൽ ഇഴഞ്ഞിട്ടൊന്നല്ല പോകുന്നെങ്കിൽ കൂടി നമ്മൾ 1 or 2 സ്റ്റെപ്പുകൾ വെച്ച് പോണൊരു ഫീലിംഗ് ഉണ്ടായിരിക്കും. കാരണം നമ്മളായിട്ട് എടുക്കുന്നതാണ്. ചിലപ്പോൾ മറ്റുള്ളവർ അത്ര വേഗതയിൽ നമ്മൾ പോകുന്നില്ലെങ്കിൽ കൂടി നമുക്ക് നമ്മുടേതായ രീതിയിൽ സ്റ്റെപ്സ് എടുക്കുന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം അല്ലെങ്കിൽ ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അവരങ്ങനെയൊക്കെ മൂവ് ചെയ്തോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണല്ലോ വെക്കേണ്ടത്. ഇതാണ് ലെവൽ 2 എന്ന് പറഞ്ഞത്. ഇവിടെ നമ്മുടെ റീസണിങ്ങിനും കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ലെവൽ 3 ഉണ്ട്. ഇതാണ് പിടുത്തം വിട്ട ലെവൽ എന്ന് പറഞ്ഞത്. ഈ ലെവൽ 3 എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റീസണിങ്ങിന് മീതിയായിട്ട് ഒരു അൺനോൺ റീസണിൽ, ഒരു അൺനോൺ ഫോഴ്സിൽ നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്നതാണ്. അതാണ് നമ്മളെ സോളിൽ ബിലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് നമുക്ക് ചില സ്റ്റെപ്പുകളിലൊക്കെ നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിന് പോലും മാച്ച് അല്ലാത്ത, ചിലപ്പോൾ നമ്മുടെ ലോജിക്കൽ പാർട്ടിന് പോലും കൺഫ്യൂസിങ് ആക്കുന്ന, ക്ലാരിറ്റി ഇല്ലാത്ത ചില സംഭവങ്ങളായിരിക്കും ലോജിക്കൽ പാർട്ടിന്. പക്ഷെ അപ്പോഴും അതിൻ്റെ മീതിയായിട്ട് നമ്മൾ ആ സോൾ പാർട്ടിലേക്ക്, ആ എനർജി പാർട്ടിലേക്ക്, ഒരു അൺനോൺ ഫോഴ്സിനാൽ ഗൈഡ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക്, അതിലേക്ക് സറണ്ടർ ചെയ്തു പോകുന്ന ചില പ്രൊസീജിയർ ഉണ്ട്. ഇത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ, ചിലപ്പോൾ നമുക്ക് തോന്നും മൂവ് ചെയ്യണേ ഇല്ലാന്ന്. അപ്പോൾ നമുക്കൊന്ന് അവരെ പോലെ അവന് എഴുന്നിട്ടെങ്കിൽ പോകാമായിരുന്നു, മറ്റവരെ പോലെ ആണെങ്കിൽ 1-2 സ്റ്റെപ്പെങ്കിലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ മീതിയുള്ള ലെവലാണിത്. പക്ഷേ ഈ ലെവലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറക്കാനും പരക്കാനുമുള്ളൊരു മൊഡാലിറ്റിയിൽ മൂവ് ചെയ്യുന്നതാണ്. ദ ഡയമെൻഷൻ ഓഫ് എനർജി എന്നുള്ളത്. ഇതിലൂടെ പോകുന്ന ആൾക്കാർ വളരെ കുറച്ചുള്ളൂ. കാരണം ഇതിലൂടെ പോകാൻ വേണ്ടത് ഏറ്റവും കൂടുതൽ ക്ഷമയാണ്, ഏറ്റവും കൂടുതൽ ട്രസ്റ്റാണ്, കോൺഫിഡൻസ് ആണ്. നമുക്കറിയാത്ത കാര്യങ്ങളെ കൂടി വിശ്വസിച്ച് മുന്നോട്ട് പോവാം. ഇത് നമ്മൾ റിസ്ക് എടുക്കാമെന്ന് പറയാം. അതാണ് അതിന് വേണ്ടത്. അതിനാണ് പാത്ത് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നത്. ഹൃദയത്തിന് അറിയാവുന്ന വഴി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോജിക്കിന് ചിലപ്പോൾ അറിഞ്ഞോണമെന്നില്ല, ഫുൾ വഴിയെപ്പറ്റി ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല, എൻ്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്നതിന് ഫുൾ ക്ലാരിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇതൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. ബട്ട് സംവെയർ എവിടെ ഉണ്ടാകുന്നൊരു ട്രസ്റ്റ്. നിങ്ങൾക്കറിയോ, ചില ആക്ടേഴ്സിൻ്റെ ഒക്കെ സ്റ്റോറി കേട്ടാൽ അവരെങ്ങനെ ഒരു സെലിബ്രിറ്റി ആവുന്ന അവർക്ക് പോലും അറിയില്ല. അവരെ ലോജിക്കൽ റീസണിങ്ങിൽ പൊതുവേ ചില ആൾക്കാർ സേഫ് സോണിൽ എടുക്കുന്ന ചില ഗെയിംസ് ഉണ്ട്. അതൊന്നും അവർക്ക് ചെയ്യണം തോന്നൂല്ല. ചിലപ്പോൾ 5 വർഷമോ 10 വർഷമോ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും, ഒന്നും സംഭവിച്ചോണമെന്നില്ല. പക്ഷെ അപ്പോഴും അവരെ വിശ്വസിപ്പിക്കുന്ന ഒരു മാജിക് ഉണ്ട്. അതിൽ 5 വർഷത്തെ 10 വർഷത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. പക്ഷെ അതിൽ അവരുടെ കോർ വാല്യൂസിനെ കോംപ്രമൈസ് ചെയ്ത് അവർ അതിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പം ചിലപ്പോൾ 11ാമത്തെ വർഷം അവർ 100 വർഷം ഈ ഭൂമിയിൽ പഴയ പോലെ ജീവിച്ചാലും കിട്ടിയതിനേക്കാളും മീതിയുള്ള കാര്യങ്ങൾ അവർക്ക് വന്ന് ഭവിക്കുമ്പോൾ അവർക്ക് തോന്നും, ഈ ഒരൊറ്റ സെക്കൻഡിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 10 വർഷം ഞാൻ കാത്തിരുന്നത്. കാരണം ആ ഒരൊറ്റ സെക്കൻഡോട് കൂടിയിട്ട് ലൈഫ് മൊത്തം മാറിയിട്ടുണ്ടായിരിക്കും. ഇതാണ് സോൾ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയാം. അവിടെയാണ് ഈ പേഷ്യൻസ് കൊണ്ട് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുക, ട്രസ്റ്റിനും ഫെയ്ത്തിനുമുള്ള റിവാർഡ് എന്ന് പറയാം. പക്ഷെ ഇതിലൂടെ ചില ആൾക്കാർ ഇതിലേക്ക് സ്റ്റെപ്പൊക്കെ എടുത്തു വെച്ചാലും കുറച്ച് പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ക്ഷീണിച്ച് തളർന്ന് ഇത് കുറേ ആയില്ലേ, ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് പെരുന്തിരിഞ്ഞു പോകും. അവർ ഭീരുക്കളാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയും നിങ്ങൾ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പോയി, നിങ്ങൾക്ക് ആ പറഞ്ഞ ലെവലിൽ ഒന്നും സംഭവിച്ചില്ല, നിങ്ങൾ മരണം അടഞ്ഞു പോയി എന്ന് വിചാരിക്കുക. എന്നാൽ ആ പർപ്പസ് തീരാണ്ട് പോയില്ല, നിങ്ങളുടെ അടുത്ത ജനറേഷൻ അതെടുക്കും. ദാറ്റ്സ് ഹൗ ജനറ്റിക്കലി ആൻസിസ്റ്ററലി ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ചില പർപ്പസ് ഉണ്ട്. ചില ആൾക്കാർക്ക് മുൻകഴിഞ്ഞു പോയ ആർക്കോ ബാക്കി വെച്ച സാധനമായിരിക്കും എടുത്ത് ചെയ്യാനുണ്ടാവുക. അതെങ്ങനെ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കീപ്പ് ചെയ്ത ട്രസ്റ്റ്, അവരുടെ ഫെയ്ത്ത്, അവരോട് ലോകം നീതി കാണിക്കേണ്ടതാണ്, അവർക്ക് പ്രപഞ്ചത്തിൻ്റെ ദൈവത്തിൻ്റെ നീതി കിട്ടുന്നതാണെന്നുള്ളതാണ്. അങ്ങനെയും സംഭവിക്കാം. സോ ദാറ്റ്സ് ഈ റെലബ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് കുറച്ച് കൂടുതൽ ആവശ്യമുള്ള, വാല്യൂസിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ നിൽക്കുമ്പം നമ്മൾ എനർജിയുടെ ലെവലിലേക്ക് എക്സിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാണ്. നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ പറയും, ഒരു എസ്കേപ്പ് വെലോസിറ്റിയെ പറ്റി പറയാറുണ്ട്. നമ്മളെ ഈ അന്തരീക്ഷത്തിൻ്റെ മർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പം ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ശൂന്യാകാശത്തേക്ക് പോയി കഴിഞ്ഞാൽ, ശൂന്യാകാശത്തിൽ എത്തിക്കഴിഞ്ഞാൽ
പിന്നെ റോക്കറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഫ്യൂവലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇന്ധനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫ്രീ ഫ്ലോ ആണ്. അത് താനേ അങ്ങനെ പോയിക്കോളും. ആരും ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളടുക്ക് ഇങ്ങനെ പാറി പറന്നു പോകും സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ. പക്ഷെ ആ ഫ്രീ ഫ്ലോ സ്റ്റേറ്റിൽ എത്തുന്ന പോയിന്റിന് മുന്നേ ഭൂമിക്കും സ്പേസിനും ഇടയിലൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇവിടെയാണ് ഭയങ്കര മർദ്ദമുള്ളത്, ഭയങ്കര പ്രഷറുള്ളത്. അപ്പോൾ ഈ ആസ്ട്രോനോട്ട്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അന്തരീക്ഷത്തിലേക്ക് അടുക്കുമ്പോഴാണ്. കാരണം ഭയങ്കര ഫോഴ്സ് ആയിരിക്കും, ഭയങ്കര റെസിസ്റ്റൻസ് ആയിരിക്കും. ഈ സമയത്താണ് ചില സ്പേസ് ഷിപ്പുകളൊക്കെ പൊട്ടിത്തെറിക്കൽ, ടെമ്പറേച്ചർ വേരിയേഷൻസ് വന്നിട്ട് അപകടങ്ങളൊക്കെ ഉണ്ടാവല്. അപ്പോൾ ഭൂമിയിൽ നിന്നും നമ്മൾ പറക്കുന്ന അവസ്ഥയിലേക്ക് സ്പേസിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് ഭയങ്കരമായിരിക്കും. ഇതിനെ നമ്മൾ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, ഫ്രീ ഫ്ലോയിൽ ഇങ്ങനെ സഞ്ചരിക്കാം, ഫ്യൂവലൊന്നും ഇല്ലാണ്ട്. ഇതുപോലെ നമ്മളെ ലൈഫിനൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഭൂമി എന്ന് പറയുന്നത് ഭൗമം, ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി, ഇതിനൊരു വെയിറ്റ് ഉണ്ട്. ഇത് മണ്ണിൻ്റെ ബോധത്തിലാണ്, ഇത് കോമൺ റിയാലിറ്റിയാണ്, മണ്ണിൻ്റെ ബോധത്തിൽ നിൽക്കുന്ന കോമൺ റിയാലിറ്റിയാണ്. അതിൻ്റെ കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾസിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അവർ ഗ്രൗണ്ടഡ് ആയിട്ട് കോമൺ റിയാലിറ്റിയിൽ ആ മണ്ണിൽ തന്നെ പ്രതലത്തിൽ തന്നെ ഇങ്ങനെ കളിക്കായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു തലമുണ്ട്. രണ്ടാമത്തെ തലം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെയും സ്പേസിൻ്റെയും ഇടയിലുള്ള തലമാണ്. അതേപോലെ ലോജിക്കൽ റീസൺ, ഒരു യുദ്ധം ചെയ്യണത് പോലെ ആയിരിക്കും. കുറേ ലോജിക്കൽ ക്വസ്റ്റ്യൻസ്, റീസണിങ്സ്, അതെങ്ങനെ ഇതിങ്ങനെ പറഞ്ഞിട്ട് ചിന്തകളിലൂടെ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഭയങ്കര ചിന്തകളിലൂടെ കടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ചില ആൾക്കാർ ചിന്തിച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും, പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ഒരു അന്തരീക്ഷത്തിൽ കുടുങ്ങിപ്പോയ ആൾക്കാരാണ്, അവർക്ക് ഫ്രീഡം കിട്ടിയിട്ടില്ല. അപ്പോൾ അവരവിടെ കെട്ടിക്കിടന്നു പോകും. അപ്പോൾ അവർ മൈൻഡിൻ്റെ ലെവലിൽ, സോളല്ല മൈൻഡിൻ്റെ ലെവലിൽ തോട്ട് പ്രൊസീജിയേഴ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഗൈഡഡ് ടോക്കുകളിലൂടെ വരുമ്പം GC ഗൈഡ് ടോക്കിലൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ചിന്തകൾ കൂടും. ഈ ചിന്തകൾ കൂടാന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ, റീസണിങ് ബേസ് ചെയ്ത ചിന്തകൾ, അനാവശ്യ ചിന്തകളല്ല. നമ്മളിങ്ങനെ നമ്മുടെ തന്നെ ഇൻറ്റേർണൽ ബാറ്റിലായിരിക്കും. ചില തോട്ട് വരുന്നു, അതിനെങ്ങനെ സോർട്ട് ചെയ്യണം, അതെങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഈ റീസണിങ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ അവർ ഭൂമിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്, അന്തരീക്ഷത്തിൻ്റെ ഇടയിൽ കിടക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫ്രീഡം കിട്ടിയിട്ട് എവിടെ എത്തണം? അതാണ് മൈൻഡ് ലെവൽ കഴിഞ്ഞിട്ടുള്ള സോൾ ലെവൽ. നമ്മളിലെ ട്രൂത്ത് എന്താ? മൈൻഡ് ട്രൂത്ത് അല്ല, മൈൻഡ് ഒരു ഹാലൂസിനേഷനാണ്, ഒരു തോന്നിപ്പിക്കലാണ്. അപ്പം ശരിക്കും അന്തരീക്ഷം എന്നുള്ളത് ഭൂമി തൊട്ട് കാണിക്കുമ്പോൾ അന്തരീക്ഷം തൊട്ട് കാണിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അത് നമ്മൾ ഭൂമിയെ കവർ ചെയ്തെടുക്കുന്ന ഒരു സ്പേസ് മാത്രം, ഒരു ഏരിയ മാത്രമാണല്ല. അപ്പോൾ ഇതേപോലെ ഈ ഫോഗിൽ പെടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ഉണ്ടായിരിക്കും. ഇതെന്തുകൊണ്ടാണ് കൺഫ്യൂസിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ് കഴിഞ്ഞാൽ നിനക്ക് പരിപൂർണ്ണ ഫ്രീഡം വരാൻ പോണേ. അതുകൊണ്ട് നീ ഭൂമിയിൽ നിന്നും പുറത്തു പോകാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. അത് വലിയൊരു ധൈര്യമാണ്. പക്ഷെ അത്രയും ധൈര്യം കാണിച്ച് ഇതിന് പുറത്ത് കടക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ചില ഫ്രിക്ഷന് കാര്യങ്ങളുണ്ട്. ഇതാണ് മൈൻഡ് ലെവലുണ്ടാണ് റീസണിങ്. അപ്പോൾ ഇതിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കുറേ തോട്ടുകളായിരിക്കും, അത് റീസൺ ചെയ്ത് ഇത് റീസൺ ചെയ്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതും കഴിഞ്ഞിട്ട് വേണം നമ്മൾ സോൾ ലെവൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഫ്രീ സ്പേസിലേക്ക് നമ്മൾ എത്താന്ന് പറഞ്ഞാൽ. ശരിക്കുള്ള ലോകം നമ്മൾ എപ്പോഴാണ് കാണുക? കിണറ്റിൻ്റെ ഉള്ളിലല്ലാലോ ലോകം. അപ്പോൾ ഈ ഭൂമിക്ക് പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് ശരിക്കുള്ള പ്രപഞ്ചം കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഭൂമി ഒന്നുമല്ല, ഭൂമി ഒരു ഉണ്ട മാത്രമേ ഉള്ളൂ, ഒരു കുത്ത് മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ എന്നറിയുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീഡം ഉണ്ട്. അപ്പം നമുക്ക് മുന്നേ കൺസേൺഡ് ആയിരുന്ന ഈ കോമൺ ഡിസ്കഷനിൽ കോമൺ ആൾക്കാർക്കിടയിൽ കൺസേൺഡ് ആയിരുന്ന പല വിഷയങ്ങളും കൺസേൺഡ് ആവേയില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടിരിക്കുന്ന ഒരു 100 ആൾക്കാർ കൂടി കഴിഞ്ഞുള്ള ചർച്ചകൾ, അതിൻ്റെ ഇടയിലേക്ക് MA യൂസുഫ് അലിയോ ഇലോൺ മസ്കോ ഡോക്ടർ APJ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കണക്ഷനും ഫീൽ ചെയ്യില്ല. അവർക്ക് എന്താ തോന്നുക? ഇതൊക്കെയാണ് ഇപ്പോൾ ഇവരെ പ്രധാനപ്പെട്ട വിഷയം, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവരെ കാര്യപ്പെട്ട വിഷയങ്ങൾ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരെ എവിടെ എത്താത്തത്. ഇവരിങ്ങനെ തിരിഞ്ഞളിക്കാനുള്ള കാരണം ഇവരെ ചിന്താഗതികൾ എടുത്തു നോക്കിയത്. കാരണം ഈ കോമൺ റിയാലിറ്റി നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു മനുഷ്യന്മാരെ പറ്റിയിട്ടായിരിക്കും. അതായിരിക്കും അവരെ പ്രധാനപ്പെട്ട ചർച്ചകൾ. അപ്പോൾ ആ രീതിയിൽ മൊത്തത്തിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യങ്ങൾ മാത്രം അവിടെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ആയിരിക്കും ഇവർക്ക് തോന്നുക നമ്മൾ ഇവരും തമ്മിൽ എത്ര അന്തരമുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കോമൺ റിയാലിറ്റി ഡിസ്കഷൻസിൽ നിന്നും മാറിയിട്ട് നമ്മൾ എനർജി റെലമിലേക്ക് എലവേറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ചർച്ചകളൊക്കെ മാറും. ഇപ്പം കോമണിൽ നിന്നും മാറി സ്പേസിൽ എത്തിയോന്ന് ചോദിച്ചാൽ സ്പേസിൽ എത്തിയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഈ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ GC ടോക്കിലൊക്കെ നിങ്ങൾ വന്നിരിക്കുമ്പം നിങ്ങൾ അങ്ങനത്തെ ഡിസ്കഷൻസ് ആയിരിക്കില്ല, കുറേ കാര്യം തലയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം നിങ്ങൾ അന്തരീക്ഷത്തിലുള്ളത് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത്, അതാണ് എയർ പോകാന്നൊക്കെ പറയല്ലോ, കുറേ ചിന്തിപ്പിച്ചു, കുറേ ഫ്ലാഷ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കോമൺ റിയാലിറ്റിയിൽ നിന്ന് അല്പം മാറിയിട്ട് എന്ത് ചെയ്യാണ്, ചെറിയൊരു സ്പേസ് യാത്രക്ക് പോണതിൻ്റെ ഭാഗമായിട്ട് സ്പേസിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ തോട്ടുകളുണ്ട്. ഇപ്പോഴത്തെ ഒരു ക്വാളിറ്റി ഓഫ് തോട്ട് ഉണ്ട് നമുക്ക്, കുറേ റീസണിങ്, കുറേ ക്ലാരിറ്റികൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒക്കെ ഒരു ചലഞ്ചിങ് ആയിരുന്നു, അതെങ്ങനെ അങ്ങനെ വരാം, ഇങ്ങനത്തെ കുറേ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കാൻ പാടില്ല. ഇത് മൈൻഡ് റെലമാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇല്യൂഷനുമാണ്, ഹാലൂസിനേഷനാണ്, മാജിക്കാണ്. ഇത് മൂന്നുമാണ്. ചില സമയത്ത് മൈൻഡ് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ ഇല്യൂഷനാണ്. നിങ്ങൾ കണ്ടില്ലേ മൈൻഡിൻ്റെ ക്വാളിറ്റി? ഇരുട്ടത്തിരുന്നിട്ട് മറ്റേ വായ നോക്കി കഴിഞ്ഞാൽ മനുഷ്യനാണെന്നൊക്കെ തോന്നും, മൈൻഡ് ഇങ്ങനെ തോന്നിപ്പിച്ചു തരും.
അപ്പോൾ അവിടെ ആരോ നിൽക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുപോലെ ഈ തോട്ട് പോയി കഴിഞ്ഞാൽ ഇല്ലാത്ത സാധനമൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ആവശ്യമില്ലാത്ത പേടി, ആവശ്യമില്ലാത്ത ഡൗട്ട്, കൺഫ്യൂഷന് ഒക്കെ ഉണ്ടാക്കി തരുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ നിൽക്കരുതെന്നുള്ള ഈ സ്റ്റേറ്റിൽ നിൽക്കുമ്പോഴാണ് പിശാചിന്റെ പ്രധാനപ്പെട്ട ഇടം. ഈ കോമൺ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഇവരെ ഒന്നും ആവാൻ പോലില്ല, അവിടെ തിരിഞ്ഞു കളിച്ചോട്ടെ എന്നായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ, പിശാചിന്റെ ആവശ്യമില്ല. കാരണം നാട്ടുകാരുടെ കുറ്റങ്ങളും കുറവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പിശാച് ചെയ്യാവുന്നതിനേക്കാളും വലിയ പണി അവർ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിശാച് ചിന്തിക്കുക ഓരെ നോക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇടയിൽ രക്ഷപ്പെടാൻ പോണോ കുറച്ച് ആൾക്കാരുണ്ട്, ഇവരാപ്പെടാം. അപ്പോൾ അവിടെയാണ് ഒറ്റപ്പെടുന്നവനെ ചെന്നായി പിടിക്കുന്നു പറയുന്നുണ്ടല്ലോ. ഒറ്റപ്പെടുന്നവനെ ചെന്നായി പിടിക്കുന്ന പറഞ്ഞാൽ ഒറ്റപ്പെടുന്നവനെ ചെന്നായ മാത്രമല്ല പിടിക്കുക, ഒറ്റപ്പെടുന്നവൻ ശരിയായ ഗൈഡൻസോട് കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവന് ദൈവത്തിൽ പ്രാപിക്കും. അപ്പം ചെന്നായി പിടിക്കലിൻ്റെയും ഭൂമിയിലെ ചെന്നായിക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടലും അതിൻ്റെ ഇടയിൽ അന്തരീക്ഷത്തിൽ എത്തുമ്പോൾ ശരിക്കുള്ള ചെന്നായി പിടുത്തം പോലെ നമുക്ക് അൺവാണ്ടഡ് തോട്ട്സുകളും കാര്യങ്ങളും ഒക്കെ വരാം. അവിടെയാണ് അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ചിലർക്ക് ചിന്തിച്ച് ഭ്രാന്തായി പോകാമെന്ന് പറയാം. ചില ആൾക്കാരുണ്ട് ചിന്തിച്ചിട്ട് അവർ ഭ്രാന്തായി പോകും. പുസ്തകം വായിച്ച് നോക്കി ഭ്രാന്തായി എന്ന് പറയും. കാരണം ചിന്തകളിലേക്ക് പോവാണ്. അപ്പോൾ അവൻ കോമൺ റിയാലിറ്റി നിന്ന് മാറിയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മളെപ്പോഴും പറഞ്ഞ സാധനം 4th ഡയമെൻഷണൽ റിയാലിറ്റി, ദ റിയാലിറ്റി ഓഫ് മൈൻഡ്. ഇവിടെ നിൽക്കരുത്. ഇവിടുന്ന് മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ പോയിന്റിൽ നിൽക്കുമ്പം സ്പിരിച്വൽ വാല്യൂസ് ആണ്, കോർ വാല്യൂസ് ആണ്. നമുക്ക് ചില കോർ വാല്യൂസ്, നമുക്ക് ചില സ്പിരിച്വൽ വാല്യൂസ്, അതിൽ കോംപ്രമൈസ് ചെയ്യാതെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂസ് ഫ്യൂവലായിട്ട് മാറിക്കോളും അവിടുന്ന് പുറത്തേക്ക് പോകാൻ. ഒരു സ്പേസ് ഷിപ്പോ അല്ലെങ്കിൽ റോക്കറ്റോ ഒക്കെ സ്പേസിലേക്ക് അയക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുന്നത് ഭൂമിയിൽ നിന്നും ഈ അന്തരീക്ഷം കടക്കാനാണ്. ഈ മൈൻഡിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ഇത് കടക്കാനാണ് ഏറ്റവും കൂടുതൽ ഫ്യൂൽ യൂസ് ചെയ്യണത്, ഏറ്റവും കൂടുതൽ കത്തിക്കൊണ്ടിരിക്കണത്. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്യൂവലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാലും. അപ്പോൾ ഈ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറക്കി തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ കൺഫ്യൂസിങ് തോട്ട്സിലൂടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ, നമ്മളെ റീസണിങ്ങിലൂടെ പോകുമ്പോൾ ശരിയായ ഗൈഡൻസിൽ നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമ്മൾ മിസ്ഗൈഡഡ് ആവാം. കംപ്ലീറ്റ്ലി നമ്മൾ മിസ്ഗൈഡഡ് ആയി പോകുന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർ GT ഇങ്ങനെ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്തോണ്ടിരിക്കണം. അപ്പോൾ ചിലപ്പോൾ അവർ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ റേഞ്ചിലായിരിക്കും കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് GTയിൽ കേട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കും അവർക്ക് ഏറ്റവും വലിയ തെറ്റും തോന്നുന്നത്. അതൊന്നും അങ്ങനെ ആവില്ല, ഇതൊക്കെ ഇങ്ങനെ പറയാനേ കൊള്ളുള്ളൂ, ഇതിലൊക്കെ ഇപ്പം എന്താ ഉള്ളത്, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. രക്ഷപ്പെടലിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. നീ രക്ഷപ്പെടുന്ന ആരും ചിന്തിക്കും, നിൻ്റെ ചുറ്റിലുള്ള കുറച്ച് ആൾക്കാർ വേണ്ടാന്ന് വിചാരിച്ചിരിക്കുക. ഈ അന്തരീക്ഷത്തിൻ്റെ തലത്തിൽ ഏറ്റവും കൂടുതൽ നിനക്കായിട്ട് ഗൂഢാലോചന നടത്തുന്നത് ഇരുട്ടിൻ്റെ വക്താക്കളായിരിക്കും. കാരണം നിന്നെ ഈ അന്തരീക്ഷം കടന്നിട്ട് സത്യത്തിലേക്ക് എത്താൻ അവർ സമ്മതിക്കില്ല. നീ ചെയ്യുന്ന ബിസിനസ് ട്രൂത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ലോകത്തിൽ കുറേ ആൾക്കാർക്ക് ഗുണം കിട്ടുന്ന രീതിയിലാവുന്നതിനെ പറ്റിയിട്ട് എന്ത് ചെയ്യില്ല, അവരിഷ്ടപ്പെടില്ല. അപ്പം നിന്നെ തളർത്തണം. അതിന് വേണ്ടിയിട്ട് കുറേ പേരിങ്ങനെ മർമർ ചെയ്തുകൊണ്ടിരിക്കും. ഈ കുറേ പേരെന്ന് പറഞ്ഞാൽ പുറത്തു നിന്നല്ല, നിൻ്റെ ഉള്ളും തന്നെ നിൻ്റെ മൈൻഡും തന്നെ കുറേ കഥാപാത്രങ്ങൾ ഉണർന്നു വന്നിട്ട് അവർ നിന്നെ എങ്ങനെ മർമർ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് ഹോൾഡിങ് ഓൺ എന്ന് പറയുന്നത്, ഹോൾഡിങ് ഓൺ ടു ദ ഡെസ്റ്റിനേഷൻ, ഹോൾഡിങ് ഓൺ ടു ദ ട്രൂത്ത് ഓർ ദ ഹോൾഡിങ് ഓൺ ടു ദ വാല്യൂസ് ദാറ്റ് യു ഹോൾഡ് എന്ന് പറയാനുള്ള പ്രധാന കാരണം ഇത് നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ മീതെ വിശാലമായ ശൂന്യാകാശം എന്ന് പറയുന്ന സ്പേസ്, അവിടെ കുറേ വക്താക്കളുണ്ട് നിനക്കായിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കണം, നിനക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറയാം. അവർ ചിന്തിക്കണേ ഈ കടമ്പ കൂടി കടന്ന് വാ മോനെ, ഇവിടെ നിന്നെ സ്വീകരിക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക, നിന്നെ ഈ ലോകത്തിന് ഏറ്റവും ഗുണം കിട്ടുന്ന ഒരാളാക്കി മാറ്റാം എന്ന രൂപമാണ് ഇതിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാർ ഗൂഢാലോചന നടത്തുന്നുണ്ട്. അപ്പം ഈ അന്തരീക്ഷത്തിൻ്റെ പോയിന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ നമ്മുടെ കഴിവ് നമ്മൾ കാണിക്കണം. അതാണ് താൻപാതി. ആ പാതി അങ്ങ് തീർത്ത് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ചെറിയ പാതിയുള്ളൂ. ഈ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ചെറിയൊരു ഏരിയ എന്ന് പറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്, അത്രയേ ഉള്ളൂ അത്. പക്ഷെ നമുക്കത് ഭയങ്കര പ്രഷറായിട്ട് തോന്നും, കത്തുന്നു എന്നൊക്കെ തോന്നും. കത്തുന്നു, കുത്തുന്നു, പിന്നൊന്നും കുത്തുന്നു, മുന്നൊന്നും കുത്തുന്നു, സൈഡൊന്നും കുത്തുന്നു, ഉള്ളിലാകെ കത്തിപ്പോകുന്ന പോലെ, അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഇത് കടന്ന് കയറുമ്പോഴാണ് നിങ്ങൾക്കറിയാം ഇതൊന്നും ഒന്നുമല്ല. ഭൂമിയുടെ അന്തരീക്ഷമൊക്കെ വെച്ച് ഈ പ്രപഞ്ചമായിട്ട് കമ്പയർ ചെയ്താൽ ഒന്നുമില്ല, ചെറിയൊരു ഏരിയ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ മീതെയാണ് നിനക്ക് ആ വിശാലമായ ഓപ്പണിങ്ങിന്, ഫ്രീ ഫ്ലോന്, സാൽവേഷന് വേണ്ടിയിട്ട്, എൻലൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറേ റെലമിലുള്ള എനർജീസ്. അവിടെ നിനക്കായിട്ട് ആരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പം നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കുറേ ലൈറ്റൊക്കെ ആയിട്ട്, ടോർച്ചൊക്കെ ആയിട്ട്, ടോർച്ച് ബേസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ വേം ഇവിടെ എത്തിയാൽ സേഫാണ്, കുറച്ചുകൂടി ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക, എന്തെന്നെ വന്നാലും വേണ്ടില്ല ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന് പറഞ്ഞിട്ട് ആ ധൈര്യം നമ്മൾ കാണിച്ചിട്ട് ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരോ പിന്നങ്ങ് പിടിച്ച് കയറ്റും. പിന്നെ നമ്മളൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സുകാർക്കൊക്കെ അറിയാം, ഈ ആദ്യത്തെ 5 വർഷമൊക്കെ ചിലർക്ക് ഭയങ്കര സ്ട്രഗിളിങ് ആയിരിക്കും, ചിലർക്ക് ആദ്യത്തെ 7-8 വർഷം സ്ട്രഗിളിങ് ആയിരിക്കും. ആ അറ്റ്മോസ്ഫിയറിക് ഫേസ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ട, പിന്നെ ഫ്രീ ഫ്ലോയിലായിരിക്കും. പിന്നെ നാച്ചുറലി അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ താനേ ബിസിനസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അറിയാലോ, കണക്കുകൾ പ്രകാരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തുടങ്ങുന്ന
85-90-95 ഈ റേഞ്ചിലാണ് പറയുന്നത്. 90% തുടങ്ങിയ ബിസിനസ്സുകളൊക്കെ ആദ്യത്തെ 5 വർഷത്തിനുള്ളിൽ പൂട്ടിപ്പോകുന്നുണ്ട്. ഇത് പൂട്ടിപ്പോകാനുള്ള കാരണം ഈ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന രീതിയിൽ നിന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. അത് തുടങ്ങിയിട്ട് അവരെ ഗ്രൗണ്ട് റിയാലിറ്റി നിന്ന് മൈൻഡ് റിയാലിറ്റിയിലേക്ക് എലവേറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ഒന്ന് ബിസിനസ്സുകാരായിരിക്കും. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ ചിന്തകളുണ്ടായിരിക്കും. കാരണം ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ തല ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. കാരണം മൈൻഡിലാണ്, റീസെഡിക്കിലാണ്, അവരിങ്ങനെ പല കാര്യങ്ങളും സോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ചിലപ്പോൾ നമുക്കൊന്നും ഇവർ ഔട്ടാണെന്നൊക്കെ, വേറെ എവിടെയോ ആണെന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ആ റീസണിങ് ആണ്. അത് റീസൺ ചെയ്ത് ചിന്തകനാവുക എന്ന് പറഞ്ഞാൽ പുസ്തകം വായിച്ച് ചിന്തിച്ചിരിക്കുന്നവർ മാത്രമല്ല, ഒരു പദ്ധതിക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും നല്ല തിങ്കേഴ്സ് ആയിരിക്കും. കാരണം അവർക്ക് ആ ക്രിയേറ്റീവായിട്ട് പലതിനും സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടി വരും. പക്ഷേ ഈ ഫേസുകളിലൊക്കെ ഞാൻ പറഞ്ഞു, ഒരാളെ മുന്നോട്ട് നയിക്കുന്നത് അയാൾ അതിന് കൊടുത്തിട്ടുള്ള മീനിങ് ആണ്. വൈ ഐ ആം ഡൂയിങ് ദിസ് എന്ന് ചോദിക്കുമ്പം ഒരു ഇൻറ്റൻഷൻ അവിടെ ഉണ്ട്. ഞാനിത് എന്തിനു ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവിടെ ഒരു വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ നമ്മൾ പറയുകയാണെങ്കിൽ വൈ എന്ന് വെച്ചാൽ വി ജസ്റ്റ് ലൈക്ക് ഫ്ലെയിം, ഇറ്റ് ഈസ് ഫോർ ദ ഫ്ലെയിം. അപ്പോൾ സം പീപ്പിൾ വിൽ സേ ഫ്ലെയിം എല്ലായിടത്തും ഒരു പ്രൊട്ടക്ഷൻ ആവുന്നു എന്ന് പറഞ്ഞാൽ ആകെ തിങ്കിങ് കോപ്പ് വെബ്സിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പം ഇറ്റ് ബിക്കം സോ ബ്യൂട്ടിഫുൾ എന്നുള്ള, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. അപ്പോൾ ഈ രൂപേണ ഒരു സ്പിരിച്വൽ വാല്യൂ കൂടി ആഡ് ചെയ്ത് കഴിക്കുകയാണ് 4th ഡയമെൻഷനിൽ നിന്ന് നമുക്ക് 5th ഡയമെൻഷനിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. ദാറ്റ് മീൻസ് ഫ്രീ ഫ്ലോ, ദ ഡയമെൻഷൻ ഓഫ് ദ സോൾ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഹാർഡ് വർക്ക് അല്ല അവിടുത്തെ മാറ്റേഴ്സ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തൊടുന്നതൊക്കെ പൊന്നാവാന്ന് പറഞ്ഞ പോലെ തൊടുന്നതൊക്കെ എന്തായിക്കൊണ്ടിരിക്കും, പൊന്നായിക്കൊണ്ടേയിരിക്കും. എന്ത് തൊട്ടാലും സക്സസ് ആയിക്കൊണ്ടേയിരിക്കും. എന്ത് പറഞ്ഞാലും ഏത് സംഭവം കൊണ്ടുവന്നാലും അതിങ്ങനെ സക്സസ് ആയി മാത്രം ആക്ച്വലി അത് പോയിക്കൊണ്ടിരിക്കുന്നില്ല. അത് ആ ഒരു ഫേസാണ്. ഇപ്പം MA യൂസുഫ് അലി സാറ് പറഞ്ഞു, കഴിഞ്ഞ 46 വർഷം കൊണ്ട് ആണ് ഇന്നത്തെ ഈ സാമ്രാജ്യം ഉണ്ടാവുന്നത്. ഇപ്പോഴാണ് വളരെ ഫാസ്റ്റായിട്ട് കേരളത്തിൽ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് അത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തരംഗം സൃഷ്ടിക്കുന്ന ഹൈലൈറ്റ് ഗ്രൂപ്പ് വേൾഡ് ട്രേഡ് സെൻറ്ററെ കൊണ്ടുവരുന്നത് അവർ 1996 തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലാസ്റ്റ് ഒരു 5 years ആയിട്ടാണ് ഇവിടെയും എറണാകുളത്തും പല പല പ്രോജക്റ്റുകൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത വി ക്യാൻ സി അവർ ആ ഫേസ് ഓഫ് മൈൻഡിൻ്റെ അത് കഴിഞ്ഞിട്ട് ഫേസ് ഓഫ് എനർജിയിലേക്ക് അലൈൻഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്ത് തൊട്ടാലും ഇനി സക്സസ് ആവുള്ളൂ, എന്ത് തൊട്ടാലും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് പേഴ്സണൽ നീഡിന് സക്സസ് എന്ന് പറയുന്ന സംഭവമില്ല. അവരിൽ നോക്കുന്നത് ഇനിയിപ്പോൾ സൊസൈറ്റിക്ക് കുറച്ചുകൂടി കളി മാറ്റുന്ന, ചരിത്രം മാറ്റുന്ന, റൂൾസേ മാറ്റി കളയുന്ന എന്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരെ ക്രേസ് എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ മൊത്തത്തിലുള്ള കൾച്ചർ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിനെ അവർ ഇങ്ങനെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് കോമൺ റിയാലിറ്റിയിൽ ഇരിക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ, മൈൻഡ് റിയാലിറ്റിയിൽ ഇരിക്കുന്ന അതിനേക്കാളും ചെറിയ എന്നാൽ കുറച്ച് കൂട്ടം തന്നെയുള്ള ഈ 2 റെലപ്പിനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെ റൂൾസ് സെറ്റ് ചെയ്ത് കൊടുക്കാം, ദേ ക്രിയേറ്റ് റൂൾസ്. കോഴിക്കോടിൻ്റെ കൾച്ചർ എങ്ങനെയാകണം എന്ന് ഇത്തരം കുറച്ച് ആൾക്കാർ തീരുമാനിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ എവിടെ ആയിരിക്കണം ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, എവിടെ ആയിരിക്കണം അവരുടെ ടൂറിസ്റ്റ് ഹബ്ബ്, എവിടെ ആയിരിക്കണം അവരുടെ ഷോപ്പിംഗ് ഹബ്ബ്, എവിടെ ആയിരിക്കണം അവരുടെ റെസിഡൻഷ്യൽ ഹബ്ബ്. ഇവരിങ്ങനെ മുകളിലിരുന്ന് എനർജിയിലിരുന്ന് ഇങ്ങനെ തീരുമാനിക്കുക. പടച്ചോന് മുകളിലിരുന്ന് തീരുമാനിച്ച് ഭൂമിയിലേക്ക് ഇറക്കണത് പോലെ ദേ ബിക്കം ദ റെപ്രസെൻറ്റേറ്റീവ്സ്. അടുത്ത ഡെവലപ്മെൻറ്റ് എവിടെ വരണം, അടുത്ത ഗ്രോത്ത് എവിടെ വരണം, അടുത്ത സമാധാന അന്തരീക്ഷം എവിടെ വരണം, ഇതൊക്കെ ഇവർ മുകളിലിരുന്ന് തീരുമാനിക്കുക. അപ്പോൾ അവർ ഏത് ലെവലിലേക്ക് എലവേറ്റ് ചെയ്തു? ദ ലെവൽ ഓഫ് ദ സോൾ, ദ ലെവൽ ഓഫ് ദ എനർജി. അവിടേക്ക് നമ്മൾ എലവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിവൈൻ സ്പിരിച്വൽ റെലബിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഡിവൈൻ ഗ്രേസ് പോലെ, ഒരു ഡിവൈൻ ഗിഫ്റ്റ് പോലെ ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഹ്യൂജ് ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മൾ സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് ക്രിയേറ്റിംഗ് ദ ഓറ, ഓണിങ് ദാറ്റ് കാരിസ്മ എന്ന് പറയുന്നത്. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ വേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു, ഒരു സ്പിരിച്വൽ വാല്യൂ എങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കണം. നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ആ വാല്യൂവിനെ പ്രിയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ആ വാല്യൂവിനെ പ്രിയോറിറ്റൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ സോൾ വിൽ ബി ഹാപ്പി. ഇപ്പം ID ഫാക്ടറി ഉണ്ടല്ലോ, നമ്മുടെ മുസ്തഫ എന്ന് പറയുന്ന വയനാടുകാരൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ വാല്യൂസിൽ ഒരു കോർ വാല്യൂ ആയിരുന്നു നോ ഇൻട്രസ്റ്റ് നോ ലോൺ, നോ ഇൻട്രസ്റ്റ് നോ ലോൺ എന്നുള്ളൊരു പ്രൊസീജിയർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, മീൻസ് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കോംപ്രമൈസ് അല്ല, സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ ആ സാക്രിഫൈസ് ചെയ്യുമ്പോഴും ആക്ച്വലി അവർക്കത് ഫ്യൂവലായിട്ട് മാറാണ്. മൈൻഡ് റെലബിൽ അത് ഗ്രൗണ്ട് റെലബിൽ അത് സാക്രിഫൈസാണ്. ആ സാക്രിഫൈസ് സോളിന് ഫ്യൂവലാണ്. അതുകൊണ്ട് സോൾ ആ സാക്രിഫൈസ് ചോദിച്ച് വാങ്ങിക്കും. നമ്മൾ പറയാറില്ലല്ലോ, ദൈവത്തിൻ്റെ അടുത്ത് നമുക്ക് കൂടുതൽ സ്നേഹം കിട്ടാൻ, സ്ഥാനം കിട്ടാൻ ചില സാക്രിഫൈസുകൾ ഗുണം ചെയ്യും. നമ്മളെടുക്കുന്ന ത്യാഗത്തിന് അനുസരിച്ചിട്ട് നമുക്ക് റിവാർഡ് കിട്ടും. ത്യാഗം എന്നത് ശരീരത്തിനും മനസ്സിനുമാണ് ഉണ്ടാവുന്നത്, ആത്മാവിന് സന്തോഷം ഉണ്ടാവുന്നത്.
അപ്പോൾ നമുക്ക് കൂടുതൽ റിവാർഡ് കിട്ടുന്നു. ഈ ഫാസ്റ്റിംഗ് നോമ്പെടുക്കുന്നതിൻ്റെ സീക്രട്ട് ആലോചിച്ചൊക്കെ മനസ്സും പ്രയാസത്തിലായിരിക്കും, ശരീരം പ്രയാസത്തിലായിരിക്കും, ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സോള് ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. സോൾഫുൾനെസ് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഈ വാല്യൂസിന് വേണ്ടി നിൽക്കുമ്പം. പക്ഷെ അത് നമ്മുടെ സോളിനെ ഫ്യൂൽ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി വാട്ട് വിൽ ഹാപ്പൻ, നമുക്ക് നഷ്ടപ്പെട്ടെന്ന് തോന്നിയതിനേക്കാൾ എത്രയോ മടക്കായിരിക്കും അത് നമുക്ക് റിട്ടേൺസ് ആയിട്ട് ആക്ച്വലി തന്നുകൊണ്ടിരിക്കണം. അതിന് ധൈര്യം ഉണ്ടാവണം നമുക്ക്. അപ്പോൾ അവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, സോൾ റിയാലിറ്റിയെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ സോളിനൊരു റിയാലിറ്റി ഉണ്ട്, അതിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക, മണ്ണിൽ തന്നെ പിറന്നു വീണ ഉണ്ണിയായി നീ മണ്ണുണ്ണിയായി ജീവിക്കണോ? എന്നാൽ മണ്ണിൽ പിറന്നു വീഴുന്നതിന് മുന്നേ തന്നെ നീ ഈ മണ്ണിലെ ഉണ്ണിയാണോ, അതല്ല നീ ദൈവത്തിൻ്റെ ഉണ്ണിയാണോ? ദൈവത്തിൻ്റെ ഉണ്ണിയാണെങ്കിൽ നീ മണ്ണുണ്ണിയുടെ സ്വഭാവം കാണിക്കരുത്. നീ എന്തിൻ്റെ സ്വഭാവം കാണിക്കണം? വെളിച്ചത്തിൻ്റെ, ആത്മാവിൻ്റെ സ്വഭാവം കാണിക്കണം. ഇതിൻ്റെ ഇടയിൽ ഒരു മൈൻഡ് ഉണ്ട്. ഈ മൈൻഡാണ് ആക്ച്വലി മണ്ണിൻ്റെ ഉണ്ണിയും ദൈവത്തിൻ്റെ ഉണ്ണിയും ആകുന്നതിൻ്റെ ഇടയിൽ പിശാചിൻ്റെ ഉണ്ണിയാകണോ എന്ന് തീരുമാനിക്കണം. അവിടെയാണ് പിശാചിൻ്റെ റോൾ എന്ന് പറഞ്ഞത്. ഈവിൾ തോട്ട്സിൻ്റെയും ഈവിൾ സംഭവത്തിൻ്റെയൊക്കെ സംഭവങ്ങൾ നമ്മളെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തുക, ഹോപ്പ് കെടുത്തി കളയാം, ഫെയ്ത്ത് കുറച്ച് കളയാ, ഇത് ഇനി റെഡിയാവുമെന്ന് എനിക്ക് തോന്നി, ഇത് ഇട്ടേച്ച് പോകണം നല്ലത്, എന്നെ കൊണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള കുറേ സംഭവങ്ങൾ തുടങ്ങിയിട്ടുള്ള ക്വിറ്റിംഗ് തോട്ട്, കൺഫ്യൂസിങ് തോട്ട്, മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുന്ന തോട്ട്, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ കോൺട്രാക്റ്റ് എടുത്ത് അങ്ങ് ഇറങ്ങിക്കാണ്. അതായത് കുറേ മണ്ണുണ്ണികളെ മണ്ണിൻ്റെ ഉണ്ണികളാക്കി തന്നെ ഉറക്കാൻ വേണ്ടിയിട്ട് ഈ മൈൻഡ് റെലബിളുള്ള കുറേ ആൾക്കാരുണ്ട്. ഇവരെ അടുത്ത് സംസാരിച്ചാൽ ഉള്ളതും കൺഫ്യൂഷനും കൂടും. ഇവിടുത്തെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രതീക്ഷയും പോകും. ഇതോടുകൂടി ഒക്കെ കഴിഞ്ഞെന്നായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക തോന്നാന്നുള്ള. അതിൻ്റെ ചില കോൺട്രാക്ട് എടുത്ത ആൾക്കാരാ സോഷ്യൽ മീഡിയ ഏജൻറ്റുകൾ. അറിയാലോ, സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പിശാച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ സമ്മതിക്കില്ല, ഫോണ് കളിക്കാൻ പറയും. അപ്പോൾ അവിടെ മുപ്പരിക്ക് കോൺട്രാക്ട് കുറച്ചുകൂടി സുഖമാണ്, പണി എളുപ്പമായിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് വാർത്തകളെ വളച്ചൊടിച്ചിട്ട് ആൾക്കാരെ പേടിപ്പിക്കുന്ന രീതിയിലേക്ക്, ഉറക്കം കടത്തുന്ന രീതിയിലേക്ക് വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ട് മീഡിയാസൊക്കെ ഇതിൻ്റെ ഏജൻറ്റ്. അപ്പോൾ നമ്മൾ മീഡിയാസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വല്ലാത്ത ഇത് ഇങ്ങനെ അല്ലേ ലോകം, എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല. ഇതിന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വാട്ട് അതേഴ്സ് തിങ്ക്, ജഡ്ജ് ചെയ്യപ്പെടോ, കമ്പാരിസൺ ചെയ്യപ്പെടോ, മറ്റുള്ളവരെന്തെങ്കിലും ചിന്തിക്കോ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അതൊക്കെ ഒരാളുടെ സെൽഫിനെ ഡൗട്ട് ചെയ്യുന്ന കുറേ കാലമായി. ഇത് മൊത്തത്തിൽ എവിടുന്നാ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ അല്ലേ. ഒരു കോണ്ടന്റ് വരുമ്പോഴത്തേക്ക് കയറി പോവോ, ട്രോളോ, എന്തൊക്കെ കമൻറ്റ് വരും. ഈ അടിയിലുള്ള മൊത്തം കമൻറ്റ് വായിക്കുമ്പോഴത്തേക്ക് നമ്മളറിയാതെ ആരെ പറ്റിയാണ് ഈ കമൻറ്റ് പറഞ്ഞത് ആ കഥാപാത്രത്തിൽ നമ്മളങ്ങ് മാറും. എന്നിട്ട് ഈ കമൻറ്റൊക്കെ എനിക്ക് കിട്ടിയതെന്നൊരു തോന്നൽ വരും. നാളെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡിലൊരാ ഇതേപോലത്തെ കമൻറ്റുകളൊക്കെ വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചിട്ട് നമ്മളെ ഡൗട്ടിലാക്കുന്ന ഒരു ഗാർബേജ് സ്പേസ് ആയിട്ട് ആക്ച്വലി സോഷ്യൽ മീഡിയ മാറുന്നുണ്ട്. കാരണം അത് മൈൻഡ് സെൻറ്ററാണ്. അത് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു വെർച്വൽ റിയാലിറ്റിയാണ്. അവിടെ നമ്മളെ മൈൻഡാണ് ആക്ച്വലി കൂടുതൽ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, അവിടെ ഇങ്ങനെ പല റോളിലും പല സംഭവങ്ങളും പല കോണ്ടന്റുകളും പല സംഭവങ്ങളും അവിടെ ഷെയർ ചെയ്യുമ്പം റീലും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അവിടെ നമ്മൾ മൈൻഡിൻ്റെ റെലബിന് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. റിയാലിറ്റി ചിലപ്പോൾ നമ്മൾ അതേ ആയിക്കൊള്ളണമെന്നില്ല. ഇറ്റ്സ് ആൻ അനദർ ഫേസ് ഓഫ് അസ്. ഇതുമല്ല യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് റിയാലിറ്റിയും റീലിലേക്ക് വരുമ്പോഴാണ് മൈൻഡ് റിയാലിറ്റിയും മാറിയിട്ട് അതിൻ്റെ മീതെ ഒരു സോൾ റിയാലിറ്റി ഉണ്ട്. അവിടെയാണ് ട്രൂത്ത് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. അവിടെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുക. അവിടേക്ക് എത്താൻ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പറയാം നമ്മളിൽ ട്രസ്റ്റ് ഉണ്ടാവാം, ഡിവൈൻ ഗൈഡൻസിൽ ട്രസ്റ്റ് ഉണ്ടാവാം, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന വാല്യൂസിൽ ട്രസ്റ്റ് ഉണ്ടാവാം. ആ വാല്യൂസിന് നമ്മളുടെ കോമൺ ആയിട്ട് റിയാലിറ്റി എന്നും ഈ മൈൻഡ് റെലമിലുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ മീതേക്ക് നമ്മളത് എത്തിക്കും എന്നുള്ളതാണ്. റൂൾ സെറ്റേഴ്സ് ആയിട്ട്, ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ട് ആക്ച്വലി എന്ത് ചെയ്യും നമ്മൾ മാറുന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ സീക്രട്ട്. അപ്പോൾ എനർജി റെലമിലേക്ക് എത്താൻ ഏക വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർ വാല്യൂസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യു നീഡ് സം കോർ വാല്യൂസ്. ഈ ദുനിയാവിലുള്ള എല്ലാ മൂല്യങ്ങളും വാല്യൂസ് എടുത്ത് നമുക്ക് കുത്തി ഇതുണ്ടാക്കാനൊന്നും പറ്റില്ല. അത് പൈശാചികമാണ്. എല്ലാ വാല്യൂസും കൂടി കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ഉണ്ടായാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നല്ല വാല്യൂസിനെ എല്ലാത്തിനും കൂടി കുത്തിമറിച്ച് തലയിലിട്ടെന്ന് പിശാച് നമ്മൾ പറ്റിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ആയിട്ടല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന 1, 2, 3 കോർ വാല്യൂ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നിലകൊള്ളാം. അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുമ്പോഴേക്ക് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ മറ്റുള്ള കോർ വാല്യൂസ് പ്രകടമായി തുടങ്ങും. അല്ലാണ്ട് ഒരു 100 ലിസ്റ്റ് ചെയ്തിട്ട് നല്ലവനായ ഉണ്ണിയാകണമെങ്കിൽ ഇത് വേണം, നല്ലവനായ ഉണ്ണിയായി ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് ഇതുകൂടി വേണം, നാട്ടുകാരുടെ കണ്ണിലെ ഉണ്ണിയാകണമെങ്കിൽ എനിക്ക് ഇന്നത് വേണം, ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇതൊക്കെ ആയിട്ട് വേണം എനിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങില്ല. ക്ലിയർ ആയില്ലേ? അപ്പോൾ നിങ്ങളുടെ കോർ വാല്യൂ എന്ന് പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ കോർ വാല്യൂ ആയിട്ട് എൻ്റെ സ്ഥാപനത്തിൽ ഭക്ഷണം കഴിക്കാൻ, എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും മനസ്സ് നിറയണം,
എല്ലാവർക്കും അറ്റൻഷൻ കിട്ടണം, അവരെ കെയർ ചെയ്യപ്പെട്ടു അവർക്കൊരു ഫീലിംഗ് വേണം, അവരെ നല്ല രീതിയിൽ ഹോസ്റ്റ് ചെയ്യപ്പെട്ടു ട്രീറ്റ് ചെയ്യുന്നുള്ളൊരു ഫീലിംഗ് വേണം. അത് സെർവിങ് ആണ്. അപ്പോൾ അതൊരു നല്ല മാനറിസമാണ്. ആളുകളെ മനസ്സ് നിറച്ച് സന്തോഷിപ്പിച്ചിട്ട് ആ സ്ഥാപനത്തിൽ നിന്നും പറഞ്ഞയക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന് വേണ്ടി മാത്രം ഒരാൾ നിലവുണ്ടാൽ മതി. അതിൻ്റെ ഇടയിൽ വേറെ കോർവാലിയുള്ള ആരൊക്കെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ തന്നെ ഓരോ ഒരു 10 കോർവാലി വേറെ കൊടുക്കും. ഇതുകൂടി ഉണ്ടെങ്കിൽ നന്നാവട്ടോ, മറ്റേത് കൂടി ഉഷാറാവായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ കോർ വാല്യൂ. അപ്പോൾ അവരൊരു ഹോട്ടലോ റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങുമ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറയാം. നമുക്കിപ്പോൾ ഓൾറെഡി കുറച്ച് സാധനം ഉണ്ടാവല്ലോ, അതിനെ നല്ല വൃത്തിയിൽ ചെയ്ത് കൊണ്ടുവരാം. സ്റ്റേ ഫോർ ദ വാല്യൂസ്. എല്ലാ വാല്യൂസും നമുക്ക് ഇതേപോലെ ഡെവലപ്പ് ചെയ്യാം. അതുകൊണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്, ഒരിക്കലും ജഡ്ജ് ചെയ്യാനും പാടില്ല. അതൊരു നല്ല ക്വാളിറ്റി അല്ല. കാരണം നമ്മളുടെ കോർ വാല്യൂ മറ്റൊരുത്ത് കാണാത്തതുകൊണ്ട് അത് ശരിയല്ല നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അതോടുകൂടി നമ്മളെ വാല്യൂ പൊളിഞ്ഞു, പൂർണ്ണമായിട്ടും പൊളിഞ്ഞു. പക്ഷെ യഥാർത്ഥമായിട്ട് കോർ വാല്യൂ നമ്മൾ നിൽക്കുമ്പം മറ്റുള്ളവരിലേക്ക് നോക്കുമ്പം നമ്മൾ കാണാത്ത, അവർ ഫോക്കസ് ചെയ്യുന്ന, അവർ പ്രിയോറിറ്റൈസ് ചെയ്യുന്ന ചില വാല്യൂസ് ഉണ്ട്. അവരിലൂടെ ലോകത്തിന് ആ വാല്യൂസ് ആയിരിക്കും കിട്ടാൻ മുകളിലുള്ള ആൾ ഉദ്ദേശിക്കുന്നത്. അത് അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈച്ച് പേഴ്സൺ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഈച്ച് വാല്യൂ ഈസ് ഡിഫറെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ആ പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കമ്പാരിസൺ ഇല്ലാതെ, ജഡ്ജ്മെൻ്റ് ഇല്ലാതെ, മണ്ണിൻ്റെ ബോധമില്ലാതെ സോൾ എന്നൊരു കോൺഷ്യസ്നസ് നമ്മളിലുണ്ടെങ്കിൽ അതാണ് നമ്മളെ ഗൈഡ് ചെയ്യുക. നോക്കിയേ, നിങ്ങൾക്ക് പറക്കാനുള്ള ഇന്ധനം നിങ്ങളുടെ സോളാണ്. നിങ്ങൾ പറക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പറക്കാൻ സഹായിക്കുന്ന ഒരു യാത്രികൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഒരു പൈലറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് നിങ്ങളുടെ സോളാണ്. അതാ റോമി പറഞ്ഞ മൈ സോൾ ഈസ് മൈ ഗൈഡ്. അതിൻ്റെ റിയാലിറ്റി നമ്മൾ എത്തണം എന്നല്ല. അപ്പോൾ ആ സോൾ റിയാലിറ്റിയിലേക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സോള് പറക്കാൻ ക്വാളിറ്റിയുള്ള അത് നമ്മളെ പറപ്പിക്കും. മനസ്സിലായല്ലേ? മൈൻഡ് എന്ന് പറഞ്ഞാൽ മറക്കാനുമുള്ള ക്വാളിറ്റി ഉണ്ട്, മറിക്കാനുമുള്ള ക്വാളിറ്റി ഉണ്ട്, പറപ്പിക്കാനുള്ളതിൽ മൂന്നുണ്ട്, പലതുണ്ട്. ചിലപ്പോൾ നമ്മളെ മറപ്പിച്ച് കളയും, അല്ലെങ്കിൽ നമ്മളെ മറച്ചിടും. മൈൻഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വേണമെങ്കിൽ നല്ല ബുദ്ധി തോന്നിയാൽ അത് നമ്മളൊന്ന് പറപ്പിക്കും. പക്ഷേ ഈ മൈൻഡ് പറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആകാശം ഭൂമി ഈ കുറച്ച് ഫ്ലൈറ്റിലൂടെ പറക്കണ പോലെ, സ്പേസ് ഷിപ്പിലൂടെ പോകണമല്ല, ഇട്ടാവട്ടത്തിൽ ഇങ്ങനെ പറന്ന് നമുക്ക് തന്നെ സംഭവമായിട്ട് തിരിച്ചു വരാം. അത്രേ ഉള്ളൂ. അത്യാവശ്യത്തിന് ഈഗോ ഉണ്ടായിരിക്കും. അതാകുമ്പോൾ ഞാൻ തരക്കേടൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊക്കെ രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ സാധനം എനിക്ക് വെച്ചിട്ട് ഇട്ടാവട്ടത്തിൽ ഇങ്ങനെ പറപ്പിക്കുക, അപ്പോൾ ഞാനും പറക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വരും. അതിൽ കാര്യമില്ല എന്നുള്ളതാണ്. പിന്നെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ കെട്ടി തൂക്കി കുറേ കാലത്തേക്ക് ഇവിടെ ജീവിക്കാൻ വന്ന പോലെയാണ്. കുറേ കാലത്തേക്ക് ചിലർ ചോദിക്കാറുണ്ട് ഏലിയൻസ് ഉണ്ടോയെന്ന്. ചിലർക്ക് എളുപ്പമുള്ള പ്രധാനപ്പെട്ട ഡൗട്ടാ ഈ അന്യഗ്രഹ ജീവികളൊക്കെ ഉണ്ടോ. പിന്നെ നമ്മൾ പണ്ടേക്ക് പണ്ട് ഭൂമിയിലുള്ളവരാലോ, നമ്മൾ പുറത്തുനിന്ന് വന്ന ടീംസ് അല്ല, നമ്മളാണ് ഒന്നാമത്തെ ഏലിയൻ. നമ്മളെ ഗ്രാൻഡ് ഫാദർ എവിടെ ആയിരുന്നു? ഹെവനിലായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഭൂമിയിലേക്ക് പറിച്ചു നട്ടതാണ്. അപ്പം നമ്മളാണ് ഒന്നാമത്തെ ഏലിയൻ എന്ന് പറഞ്ഞാൽ. അപ്പം അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ അന്യഗ്രഹ ജീവി നമ്മളാണ്. ഭൂമിയിലേക്കായിട്ട് നമ്മൾ ആദ്യമായിട്ട് വന്നതൊന്നുമല്ല, നമ്മൾ പുറത്തായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റിന് കാത്തിക്കല്ലേ, ജാതു ഭൂമിയിലൊന്ന് പെട്ട പോലെ തിരിച്ച് സ്വർഗത്തിലേക്ക് തന്നെ പോകണം. അവിടെയാണ് നമ്മൾ തറവാട്, അങ്ങോട്ട് തന്നെ പോകണം. അതിന് ടിക്കറ്റ് കോഡൊക്കെ വെച്ച് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കില്ല. അപ്പോൾ കോഡ് എന്താണ്? കോഡ് ഭൂമിയിൽ നന്മ ചെയ്യുക, മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുക. കാരുണ്യമൊക്കെ ചെയ്ത് നല്ല രീതിയിലൂടെ ജീവിച്ച് കഴിഞ്ഞാൽ കോഡ് കണക്റ്റഡ് ആവും. കണക്റ്റഡ് ആയത് തിരിച്ചങ്ങോട്ട് പോകാനുള്ള വണ്ടി ഇട്ടു. അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറ്റേ എന്താ പറയുക, ഈ ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഇടയിൽ കുടുങ്ങിക്കിടക്കണ ഗതി കിട്ടാത്ത ആത്മാക്കളെ പോലെ നമ്മളിവിടെ പെട്ടു, ആകെ കുടുങ്ങിപ്പോവും. ഈ കൊടുക്കുന്ന ആളാ മൈൻഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയല്ലേ? അപ്പം ഏലിയനായിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പം ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡ് റെലമിൽ ഒരു കോൺട്രാക്ട് എടുത്ത ആളെ പിശാച് എന്ന് പറയും. മൂപ്പരും പുറത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ്. നമ്മൾ വരുന്ന വയ്ക്ക് നമുക്കൊരു ഹെൽപ്പ് തരാന്ന് പറഞ്ഞാൽ പറ്റിക്കാനായിട്ട് മൂപ്പരും പോകുന്നിരിക്കണേ. അപ്പോൾ വഴി കാണിച്ചു തരാൻ എന്നിട്ട് വൈകടിയിലാക്കി കളയും. അപ്പോൾ അതിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. സോ വി ആർ ദ ഫസ്റ്റ് ഏലിയൻസ്. നമ്മളാണ് ആദ്യത്തെ ഏലിയൻസ്. അതുകൊണ്ടാണ് നമ്മുടെ സോളിന് ഇങ്ങനെ പുറത്തേക്ക് പോകാനുള്ള കോഡ് ഇങ്ങനെ മുപ്പര് ഡീകോഡ് ചെയ്യാൻ നോക്കുമ്പോൾ മൈൻഡിൻ്റെ ഇടയിൽ ഇവിടുന്ന് പോകേണ്ട അവിടെ കുടുങ്ങി കിടന്നോന്ന് പറഞ്ഞിട്ട് ചിന്തിപ്പിക്കാൻ വേറെ കുറച്ച് ഏജൻസ് വരും മൈൻഡ് റെലവിൽ. അതുകൂടാതെ ബോഡിയാണെങ്കിൽ മണ്ണ് നിർത്താം. ബോഡിയുടെ താല്പര്യം എന്താ? ഇവിടെ തന്നെ കിടന്നാൽ മതി. കാരണം മണ്ണാണ്, അതിനെപ്പോൾ ഇവിടെ തന്നെ എന്നായിരിക്കും. ഈ 3 കോൺഫ്ലിക്റ്റുകൾക്കിടയിലാണ് നമുക്ക് ട്രൂത്ത് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് ഒരു ഭയങ്കര ആധ്യാത്മികമായിട്ടുള്ള അന്വേഷണ യാത്രകളിലൂടെ അങ്ങനെ എല്ലാവർക്കും അത് പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യാനുള്ള കുടുംബകാര്യങ്ങളും മറ്റുള്ളതൊക്കെ വൃത്തി ചെയ്തിട്ട് ആ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതന്നെ ഗൈഡൻസ് ആയിക്കോളും. അല്ലാണ്ട് എല്ലാവരും ഹിമാലയത്തിൻ്റെ മണ്ടേ പോയിരുന്നിട്ട് ആധ്യാത്മികതയിൽ നിന്നും ഞാൻ സത്യം പ്രാപിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതായിരിക്കും ഒന്നാമത്തെ പറ്റിക്കൽ. അപ്പം അതിൽ കാര്യമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ സ്പിരിച്വാലിറ്റി കൊണ്ടുവരിക, സ്പിരിറ്റിൻ്റെ റിച്വലായിട്ട് വാല്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ചില ആളുകൾക്ക് മേ ബി ഫുള്ളി അലൈൻഡ് വിത്ത് സോൾ ആയിരിക്കും പർപ്പസ്. അവരുടെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ സ്റ്റീവ് ജോബ്സിനെയും മറ്റുള്ളവരുടെയൊക്കെ കഥ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കുറേ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ, വേൾഡിന് പുതിയ ട്രെൻഡ് കൊടുക്കുന്ന, പുതിയ ടെക്നോളജി, പുതിയ ഗ്രോത്ത് കൊടുക്കുന്ന ആളുകളെ മൗൾഡ് ചെയ്യലായിരിക്കും ചില ആൾക്കാരുടെ റോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർ ആക്ച്വലി കംപ്ലീറ്റ്ലി വേറെ റെലബിലായിരിക്കും നിൽക്കുന്നത്. അവരൊരു ടച്ച് കിട്ടേണ്ടി വരും ചില ആൾക്കാർക്ക്, അങ്ങനെ കിട്ടേണ്ടി വരും. ഇപ്പം മോഹൻലാലുമായിട്ട് ഈ അടുത്ത് റിപ്പോർട്ടർ TV നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ പറയുന്നുണ്ട്,
എന്നെപ്പോലെ ഇതുപോലെ പല സ്പിരിച്വൽ സീക്രട്ടൊന്നും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ സെലിബ്രിറ്റീസ് ആയത്. പക്ഷെ അവരത് പബ്ലിക്കായിട്ട് പറയില്ല എന്നുള്ളൂ. അപ്പോൾ അതുപോലത്തെ സെലിബ്രിറ്റീസ് ഉണ്ടാവാനും ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ചില റെലവൻ്റ് ആയിരിക്കണം. അവരൊരു ടച്ച് കൊടുക്കലോ അവരിന് ചില കണക്ഷൻ കിട്ടലോ ആവശ്യമായിരിക്കും. അങ്ങനെ നിൽക്കേണ്ട ആൾക്കാർ അത് വേറെ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വി ഓൾ ഹാവ് ദ റൈറ്റ്. നമ്മൾ ഹെവനാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഹെവൻലി ക്വാളിറ്റി ഉള്ള ഹെവൻലി എക്സ്പീരിയൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഹെവൻ എക്സ്പീരിയൻസ് ചെയ്ത അവസ്ഥ ഏതാണ് ആ എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് എല്ലാവരുടെ ഉള്ളിലുണ്ട്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സോ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷനോ അത് നമുക്ക് ഹെവൻലി എക്സ്പീരിയൻസ് കൊണ്ടുവരും. ഹെവൻലി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഭൂമിയിലൊന്നുമല്ല വേറെ ഏതോ സ്വർഗത്തിൽ നിൽക്കുന്നത് പോലെയുള്ള സന്തോഷത്തിലും ഉയർച്ചയിലൊക്കെ ആയിരിക്കും നിൽക്കാമെന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ സോളിനെ തന്നെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കണം, സോളിനെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണം. അതിലൊരു സീക്രട്ട് മാത്രമേ ഞാൻ പറഞ്ഞത് ഹോൾഡിങ് ടു ദ വാല്യൂസ് എന്നുള്ളത്. എൻ്റെ പല സെഷൻസായിട്ട് പരിധി നോക്കിയാൽ ഇതിന് സീക്രട്ടിലേക്കുള്ള കുറേ കണക്റ്റിംഗ് ഡോട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതാ നമുക്ക് കണക്റ്റഡ് ആവാമെന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും നമുക്ക് കണക്റ്റഡ് ആവണമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് കണക്റ്റ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. ആ ഒരു സാധനം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോയ എല്ലാ ഗൈഡ് ടോക്കുകളും നമ്മൾ ഭയങ്കര കണക്ഷൻ ഫീൽ ചെയ്യും. അങ്ങനെയുള്ളവർ പിന്നെ ഈ ബോധോദയം ഉണ്ടായ പോലെ അങ്ങനെയുള്ളവർ പിന്നെ ആ പോയിന്റ് കിട്ടുന്നതോട് കൂടിയിട്ട് ഈ സോളിൻ്റെ ഇതിലേക്കുള്ളൊരു കോഡ് അത് കിട്ടുന്നതോടുകൂടി പിന്നെ ഈ ഖുർആനും രാമായണമൊക്കെ പൂർണ്ണമായിട്ട് വായിച്ചു തീർക്കുന്നത് പോലെ തുടങ്ങും ഗൈഡ് ടോക്ക് ഒന്നും ഇത് അപ്പോൾ ഭയങ്കര എന്തോ റെവലേഷൻ കിട്ടിയ പോലെ ആയിരിക്കും കണക്ട് ചെയ്ത് പോലെ. കാരണം യു ഗോട്ട് ദാറ്റ് പോയിന്റ് എന്നുള്ളതാണ്. അപ്പോൾ എനിവേ ദാറ്റ്സ് ഓൾ. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്ലൈ ചെയ്യണം, പറക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. കാരണം നിങ്ങളുടെ സോളിൻ്റെ ക്വാളിറ്റി പറക്കലും പരക്കലും പരിമണം പരത്തലുമാണ്. ഫ്രാഗ്രൻസ്, സോളിൻ്റെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. അതാണ് ഈ ലോകത്തിന് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഗൈഡഡ് കോഡിനെ പറ്റി നസീഹൊക്കെ പറഞ്ഞു, എല്ലാവരും പറയാറുണ്ട്, ഞാനും പറയാം. നാളാണ് അടുത്ത ബാച്ച് ഗൈഡഡ് കോഡ് സ്റ്റാർട്ട് ചെയ്യണത്. ലൈഫിൽ ഒരിക്കലെങ്കിലും എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയില്ലേ കുറേ കാത്തിരിക്കുന്നതിൽ കാര്യമില്ല, അത് നമ്മളെ പറ്റിക്കലായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഗോ ആൻഡ് ഡു ദാറ്റ്. നാളെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാളെ നൈറ്റോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആർക്കെങ്കിലൊക്കെ ഗൈഡ് കോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കം ആൻഡ് ഡു ദാറ്റ്. ഗൈഡഡ് കോഡിന് ശേഷം ഈ കാര്യങ്ങൾ പറയുമ്പം ഈ മൈൻഡ് റെലമിനെ പറ്റി ഒരു ക്ലാരിറ്റി നന്നായിട്ട് നമുക്ക് ഗൈഡഡ് കോഡിൽ കിട്ടും. ആൻഡ് ഓൾസോ മൈൻഡ് റെലമെന്നും സോൾ റെലമിലേക്കുള്ള ലിങ്കും അതിട്ടിട്ടാണ് നമ്മൾ നിർത്തൽ. ഗൈഡ് കോഡിൽ നേരെ സോൾ റെലമിലേക്ക് പറക്കലല്ല, ഗ്രൗണ്ട് ചെയ്തിട്ട് പോകണം. അപ്പോൾ ആ റെലം ക്ലിയർ ചെയ്ത് ഈ അറ്റ്മോസ്ഫിയറിക് ലെവലിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള കുറേ സാധനം കിട്ടും. ഇപ്പോൾ GC കഴിഞ്ഞവർ പറയാറുണ്ട്, GCക്ക് ശേഷം കിട്ടിയ പ്രധാനപ്പെട്ട ഒരു ഗുണം ഈ ദേഷ്യം വാശി ഇങ്ങനത്തെ ഒക്കെ കുറേ കുറഞ്ഞു. കാരണം ഈ മൈൻഡിൻ്റെ കുറേ സാധനങ്ങളാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് കാമായിട്ട് റിയാക്ഷൻ റെസ്പോൺസ് ഒക്കെ മാറും. അത് മൈൻഡ് റെലമാണ്, അത് ആവശ്യമാണ്. അത് സെറ്റ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാളെ എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അത് കറക്റ്റ് പ്രോസസ്സ് ചെയ്തിട്ട് കിടന്നില്ല. അപ്പോൾ GC's അൾട്ടിമേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ അറ്റ്മോസ്ഫിയറിക് ലെവലിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന റീസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് മാറിയിട്ട് അറ്റ്മോസ്ഫിയറിൽ അലിഞ്ഞ് തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും എന്നുള്ള. അത് കഴിഞ്ഞിട്ടുള്ള ലിങ്കാണ് ആക്ച്വലി പിന്നീട് വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലേക്കാണ് ഇപ്പം ഗ്രൂപ്പ് മെൻറ്ററിങ് ഒക്കെ. എൻ്റെ ഗ്രൂപ്പ് മെൻറ്ററിങ് കംപ്ലീറ്റ്ലി ആ സ്പേസ്, ആ സ്പിരിച്വൽ ആ റെലിമിലേക്ക് തന്നെ കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്തു. ആ പാറ്റേണിലേക്ക് കംപ്ലീറ്റ്ലി അങ്ങ് മാറില്ല. ഡിസ്കഷൻസ് വിൽ ബി കംപ്ലീറ്റ്ലി ഗോയിങ് ഓൺ ദാറ്റ് പാറ്റേൺ. ആ ലിങ്ക് ഇട്ടിട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഏതായാലും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഗൈഡ് കോഡ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഗുണം കിട്ടും തോന്നുന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ദം ടു കം ആൻഡ് ജോയിൻ ദ ഗൈഡഡ് കോഡ് പ്രോഗ്രാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ മാസത്തെ നമ്മുടെ റൂമി നൈറ്റ് സെപ്റ്റംബർ 20th നടക്കുന്നത്. നമ്മൾ കോച്ചസിൻ്റെ ഗ്യാതറിങ്ങിനോടൊപ്പമാണ് വരുന്നത്. അപ്പോൾ കോച്ചസിൻ്റെ കൂടെ റൂമി നൈറ്റ് പങ്കെടുക്കാം. കുറേ കോച്ചസ് നമ്മൾ ഇയർലി സമ്മിറ്റിന് വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം റൂമി നൈറ്റ് പങ്കെടുക്കാം. ഈ റൂമി നൈറ്റിൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞു, നമ്മൾ പ്രോഫറ്റിക് ഹീലിംഗ് എന്ന കോൺഷ്യസ്നെസ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഫറ്റിക് എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് നമ്മൾ ഷംസ് തബ്രീസ്, ഈ റൂമി ഇവരൊക്കെ പറഞ്ഞു ഈ ഓൾ ലൈറ്റ് കണക്ട് ചെയ്യുന്ന സോഴ്സ് ലൈറ്റ്, ഈ ആദി പരാശക്തി എന്നൊക്കെ പറയല്ലോ, ആ പോയിന്റിലേക്കുള്ള ആദ്യ ജ്യോതി എന്നൊക്കെ പറയല്ലോ, ആ ഒരു പോയിന്റിലുള്ള സ്പിരിച്വൽ റെലമാണ്. അതിലേക്ക് എല്ലാ ലാംപ്സും കണക്ട് ചെയ്യുന്ന സോഴ്സ് ലൈറ്റ്, ആ ലൈറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഡിസ്കഷൻസ് ആയിരിക്കും. സ്പിരിച്വൽ വിസ്ഡംസും മെറ്റാഫിസിക്കൽ വിസ്ഡംസും ഒക്കെ ആയിരിക്കും. റൂമി വിസ്ഡം കൂടി ബേസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുള്ളത്. സോ ദാറ്റ് വിൽ ബി വണ്ടർഫുൾ. പറ്റുന്നവരൊക്കെ അതിന് വരാം. ഓൺലി 100 പേർക്കൊക്കെ നമ്മൾ സ്ലോട്ട് കൊടുക്കുന്നുള്ളൂ. ഓൾറെഡി ഇത് പോകുന്നുണ്ട്, ചെറിയ പ്രോഗ്രാമാണല്ലോ. പിന്നെ കോച്ചസ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വൈകിപ്പിക്കാതെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റുന്നവർ വേഗം ചെയ്തിട്ട് എൻറോൾ ചെയ്യാം. ബാക്കി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. ഓൾ ദ ബെസ്റ്റ്.